വലിയൊരു കാപട്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് പോവുകയാണ്. ഈ ലോകം വാസ്തവത്തിൽ മനുഷ്യന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ബൈബിളിന്റെ പ്രവചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രാരംഭമായി 2-3 ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രാരംഭമായി ഞാൻ വായിപ്പാൻ ഉദ്ദേശിച്ചത്, ഒന്ന്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. അത് വായിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയും. നാം ഇന്ന് കേൾക്കുന്ന വാർത്തകളിൽ അത് എത്രയോ പ്രസക്തിയുള്ളതാണ് എന്ന് ഓർപ്പാൻ കഴിയും. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ഈ ലോകത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ഭരണകർത്താവിന്റെ വിശദീകരണം തരുന്നുണ്ട്. അത് സമയം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു അവസാനകാല ഭരണകർത്താവ് ലോകത്തിൽ എഴുന്നേറ്റ് വരുന്നത് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ കേൾവിക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, 2000 വർഷം മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി അവസാനമായി എഴുന്നേറ്റ് വരുന്ന ഒരു ഭരണകർത്താവ്. ആ ഭരണകർത്താവിനെ കുറിച്ച് വളരെയധികം വിശദീകരണം വിശുദ്ധ വേദപുസ്തകം നൽകി. അദ്ദേഹത്തിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും അധികാരം ലഭിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരിക്കലും മനുഷ്യനെ അംഗീകരിപ്പാൻ സാധ്യമല്ലാതിരുന്ന ഒന്ന്, ഒരു വ്യക്തി ലോകത്തെ മുഴുവൻ ഭരിക്കുകയോ. എന്നാൽ ആധുനിക കാലത്ത് ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ നമ്മെ വളരെ വ്യക്തമായത് മനസ്സിലാക്കുന്നു. ആഗോളവൽക്കരണം, ഏകലോക ഗവൺമെന്റ്, ഒരു പുതിയ ഒരു രാജ്യവ്യവസ്ഥിതി. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും അവിചാരിതമല്ല എന്ന് ഓർത്തുകൊള്ളുക. ഈ രാത്രിയിൽ പ്രത്യേകം ഓർത്തുകൊള്ളുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണകൂടങ്ങളുടെ അവസാനം എങ്ങനെ അസ്തമിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തി. അതോട് ചേർത്ത് ആ പുസ്തകത്തിൽ തന്നെ മറ്റ് ഒരു ഭാഗം ഞാൻ വായിച്ചോട്ടെ. അതിന്റെ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ വലിയൊരു വാണിജ്യ പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വലിയ വ്യാപാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 14:8 ഇങ്ങനെ പറയുന്നു: സകല ജാതികളും അത് കുടിച്ചു. അതിന്റെ 18-ാം അധ്യായം ഞാൻ തന്നെ ചില വാക്യങ്ങൾ വായിക്കാം. അത്യാവശ്യമുള്ള മാത്രം സമയത്തിന്റെ പരിധി കൊണ്ട് വായിക്കുകയാണ്. 18-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി 3-ാം വാക്യത്തിൽ: അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ, താഴോട്ട് വായിക്കുന്നു, ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി. ഒന്നുകൂടെ കേൾക്കുക, ആഗോളമായ ഒരു വ്യാപാരം മൂലം ഭൂമിയിലെ വ്യാപാരികൾ സമ്പന്നരാകുന്നു. തുടർന്ന് അതേ അധ്യായത്തിന്റെ 9-ാം വാക്യം, ഭൂമിയിലെ രാജാക്കന്മാർ. വീണ്ടും വായിക്കുന്നു 11-ാം വാക്യം, ഭൂമിയിലെ വ്യാപാരികൾ. വീണ്ടും അതിന്റെ 15-ാം വാക്യം, ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ. അതിന്റെ 23-ാം വാക്യം, നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. They were the great men of the world. ഈ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചോ? ഭൂമിയിൽ ആഗോളമായ ഒരു വാണിജ്യ വ്യവസ്ഥിതി ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളമായ ഒരു ഭരണം ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളമായ ഒരു വാണിജ്യ വ്യവസ്ഥിതി കാലത്തിന്റെ അന്ത്യത്തിൽ ദൈവം കാണിക്കുന്നു. അവസാനം കാണിക്കുന്നെന്ന് മാത്രമല്ല, ഭൂമിയിലെ വ്യാപാരികൾ സമ്പത്തുള്ളവരായി തീരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ ആ പ്രഭാഷണത്തിൽ കയറുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ആ വിഷയത്തുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തി. വളരെ ശ്രദ്ധേയമായി ആ ഭാഗം ഇന്ന് രാത്രി പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം കഴിയുമ്പോൾ നമുക്ക് ആ വേദഭാഗം ശ്രദ്ധിക്കാം. എന്നാൽ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിച്ചോട്ടെ. അതിന്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ അതിന്റെ 11 വാക്യം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ഒന്നുകൂടെ പറയട്ടെ, ആഗോളമായ ഒരു ഭരണം, ആഗോളമായ ഒരു വ്യാപാര ശൃംഖല. ലോകം വാണിജ്യത്തിൽ സമ്പന്നരാകുന്നു, വ്യാപാരികൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. തെസ്സലോനിക്കയിൽ വായിച്ചപ്പോൾ ആഗോളമായ ഒരു വലിയ വ്യാജം വിശ്വസിക്കുന്നു, കാപട്യം വിശ്വസിക്കുന്നു. ഈ 3 വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ആഗോളമായ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളമായി ഒന്നുകൂടെ ഈ രാത്രി ഞാൻ ഊന്നി പറയട്ടെ, മനുഷ്യ ചരിത്രത്തിലേക്ക് നിറഞ്ഞു നോക്കട്ടെ. 1000 വർഷങ്ങളായി ഈ ഭൂമിയിൽ ഭരണം നടത്തിയിരുന്നത് ഗോത്രങ്ങളുടെ വ്യവസ്ഥിതി മൂലവും ഭാഷകളുടെയും ലോകവ്യാപകമായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഭരണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്നു, അവസാന കാലമാകുമ്പോൾ ഇതിനെല്ലാം അതീതമായി ആഗോളമായ ഒരു ഭരണം ആവിർഭവിക്കും.
ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രങ്ങളുടെ അതിരിനു വേണ്ടി യുദ്ധങ്ങൾ നടത്തി. 2 ലോകമഹായുദ്ധം നടത്തി. രാഷ്ട്രങ്ങൾ, ഗോത്രങ്ങൾ രാഷ്ട്രങ്ങളായി, നേഷൻസായി അവർ ഭരണം ആരംഭിച്ച് അവരുടെ അതിരുകൾ മാറ്റിയപ്പോൾ, യുദ്ധങ്ങൾ ചെയ്ത് ഏതാണ്ട് 2 ലോകമഹായുദ്ധം ചെയ്തപ്പോൾ രാഷ്ട്രങ്ങൾ ഈ ഭൂമിയിൽ കെട്ടിപ്പടുത്തുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആ രാഷ്ട്രങ്ങൾ ഭൂമിയിൽ നിലനിന്നപ്പോൾ ശീതയുദ്ധം ഏതാണ്ട് 50 വർഷം നീണ്ടു നിന്നു. ഞാനതും വിശദീകരിക്കുന്നില്ല. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു, ശീതയുദ്ധം കഴിഞ്ഞു. ഇന്ന് ആഗോളമായി മറ്റൊരു പ്രതിഭാസം കടന്നു വരുന്നു. അതിന് പറയുന്നത് വി ലിവ് ഇൻ എ ഗ്ലോബൽ ഫാമിലി. ആഗോളമായ ഒരു കുടുംബത്തിന്റെ ഭാഗമായി നമ്മൾ മാറുന്നു. എന്തുകൊണ്ട്? ലോകത്തിൽ അങ്ങനെയല്ലാതെ നിലനിൽക്കുവാൻ മറ്റൊരു മാർഗമില്ലേ? ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ലോകം ഇന്ന് അഭിഹരിക്കുന്ന സകല പ്രശ്നങ്ങളും ആഗോളമായി പരിഹരിക്കുകയല്ലാതെ ഒരു രാഷ്ട്രത്തിന് പരിഹരിപ്പാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന, ചിന്തിക്കുന്നവരോട് വളരെ വേഗത്തിൽ ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യന്റെ ഭയം മനുഷ്യനെ ഒന്നിച്ചു കൂട്ടുന്നു. എങ്ങനെയാണ് തെളിയിക്കുന്നത്? 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ രാഷ്ട്രങ്ങൾ ഭയന്നു. ലക്ഷങ്ങൾ മരിച്ചപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. 2-ാം ലോകമഹായുദ്ധത്തിൽ അത് തകരുക മാത്രമല്ല, ലോകത്തിൽ ഏതാണ്ട് 57 മില്യൺ ആളുകൾ മരിച്ചു വീണപ്പോൾ ഭീകരത മനസ്സിലാക്കി 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി മനുഷ്യനാദ്യമായി ഹിരോഷിമയിൽ ആറ്റം ബോംബിന്റെ അതിന്റെ ഭയങ്കരമായ വിപത്തുകൾ കണ്ടപ്പോൾ മനുഷ്യൻ ഭയന്നിട്ട് ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഒന്നിച്ചുകൂടി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. 1-ാം ലോകമഹായുദ്ധത്തിന്റെ ഭയം ലീഗ് ഓഫ് നേഷൻ സ്ഥാപിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ വിനാശകരമായ ആറ്റം ബോംബിന്റെ ആവിർഭാവം, അതിന്റെ താണ്ഡവം മനുഷ്യൻ മനസ്സിലാക്കി യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ, UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം നൽകി. നോക്കുക, ഭയം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. വിശുദ്ധന്മാർ ആദ്യ നൂറ്റാണ്ടിലും ഭയം മൂലം അവർ ഒന്നിച്ചു. അവർ കൊല്ലപ്പെടുന്നു, റോമാക്കാർ അവരെ ഉപദ്രവിക്കുന്നു, യഹൂദന്മാർ അവരെ കൊന്നപ്പോൾ അവർ ഭയന്ന് കഥകടച്ചിരുന്ന് ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഭയം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു, ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്നു, സമൂഹത്തെ ഒന്നിപ്പിക്കുന്നു. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ആഗോളമായ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. ഉദാഹരണമായിട്ട് ഭീകരവാദം, ടെററിസം. ഭീകരവാദം ഒരു രാജ്യം അഭിഹരിക്കുന്ന പ്രശ്നമല്ല. ഭീകരവാദം ആഗോളമായ ഒരു പ്രശ്നമാണ്, അന്തർദേശീയ പ്രശ്നമാണ്. ലോകത്തിൽ എവിടെയാണ് ഭീകരന്മാർ ആഞ്ഞടിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാം. ഈ ഭീകര പ്രവർത്തനങ്ങളെ നിയന്ത്രിപ്പാൻ ആഗോളമായ പോലീസുകൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ആഗോളമായ സ്പൈ സാറ്റലൈറ്റുകൾ അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുന്നു. ആഗോളമായ രാഷ്ട്രങ്ങൾ സംഘടിച്ചുകൊണ്ട് ആഗോളമായ ഭീകരവാദത്തെ തടസ്സം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഭയം മനുഷ്യനെ വീണ്ടും ഒന്നിപ്പിക്കുന്നതായിട്ട് പറയുന്നു. 2-ാമത്തെ വസ്തുത, മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ക്ഷാമമാണ്. ഈ രാത്രി ഒരുപക്ഷെ കൊച്ചിയിൽ വസിക്കുന്നവരോട് ഞാനത് പറയുമ്പോൾ അത് മനസ്സിലാകത്തില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് വിനീതമായി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വാർത്തകളും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ ശ്രദ്ധിപ്പാൻ വേണ്ടി ഞാൻ പറയുന്നു. നിങ്ങൾ ഒരു സത്യം മറക്കാതെ ഓർത്തുകൊള്ളണം. സുഭിക്ഷമായി നാം ഭക്ഷണം കഴിക്കുമ്പോൾ ലോകത്തിൽ ഒരു ദിവസം 25,000 പേർ മരിക്കുന്നു. ഭക്ഷണമില്ലാതെ 25,000 പേര് ഒരു ദിവസം മരിക്കുന്നു. അതൊരു ചെറിയ സംഖ്യയല്ല. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ മരിച്ചു വീഴുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ. അതിന്റെ മറുഭാഗം മനസ്സിലാക്കണം. കഴിഞ്ഞ 2008 റോമില് ഒരു സംഘടന കൂടി, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ് 12ാമത്തെ അവരുടെ മീറ്റിംഗ് അവിടെ കൂടി. ആ മീറ്റിംഗ് കൂടിയതിന്റെ വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ക്ഷാമമാണ്. അവര് പറഞ്ഞ വസ്തുതകൾ ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് അവിടെ പറഞ്ഞെന്നറിയാമോ? ആഗോളമായി ഭക്ഷണത്തിന് വില കയറുന്നു. ഈ കൊച്ചിയിലുള്ളവർക്കറിയാം, ഇന്ന് കടകളിൽ ചെന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വില കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി കൊടുക്കുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ എത്രയോ വില വർദ്ധിച്ചു. ഇത് കൊച്ചിയിലെ പ്രശ്നമല്ല, ഇന്ത്യയിലെ പ്രശ്നമല്ല. ഒരു സത്യം ഈ രാത്രി കേൾവിക്കാർ ഓർക്കണം, ആഗോള പ്രശ്നമാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ജോർഡനിൽ ഞാൻ കടന്നുപോയപ്പോൾ കഴിഞ്ഞ വർഷം അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ടോ? 30% കൂടിയോ എന്ന് ചോദിച്ചപ്പോൾ 60% കൂടിയെന്ന് പറഞ്ഞു. അമേരിക്ക
അമേരിക്കൻ ഐക്യനാടുകൾ യാത്ര ചെയ്തപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു സകല ഭക്ഷണ സാധനത്തിന് വില കൂടി എന്ന് പറഞ്ഞാൽ വികസിത രാജ്യവും അവികസിത രാജ്യത്തിനും ഒരുപോലെ ഭക്ഷണങ്ങൾക്ക് വില കൂടി. ഇവിടെയും കൂടുന്നു. ഇത് കുറയുവാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം ഈ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ് അവർ കഴിഞ്ഞ ജൂൺ 2008 റോമിൽ കൂടിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ പ്രസക്തമായത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അതിന്റെ പ്രധാന കാരണം അവർ ചൂണ്ടിക്കാണിച്ചു, ലോകത്തിന്റെ ഭക്ഷ്യവസ്തു ലോകത്തിന് തികയുന്നില്ല. ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി അവർ പറഞ്ഞതാണ്. എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ അനേക രാഷ്ട്രങ്ങൾ 50 വർഷം മുമ്പ് ഇതിലുപരിയായി ഭക്ഷണം ഉളവാക്കി. കൊച്ചു കേരളം എടുത്ത് 50 വർഷം മുമ്പ് കേരളം ഇതിലെത്രയോ ഉപരിയായി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു. ഇന്ന് കേരളത്തിന് അത് സാധിക്കുന്നില്ല. നാണ്യവിളവുകൾ കടന്നു വന്നു, റബ്ബർ മുതലായവ കടന്നു വന്നു, കൃഷിഭൂമികൾ കൃഷി ചെയ്യാതായി, അത് ലാഭകരമല്ലാതായി. ലോകത്തിലാഗോളമെന്ന് ചിന്തിച്ചു വായിക്കേ, കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പ് ലോകത്തിലെ ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൽ എത്രയോ കൂടുതലായിരുന്നു. ഇന്ന് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടും മനുഷ്യന്റെ പല കാരണങ്ങൾ കൊണ്ടും അത് കുറഞ്ഞുപോയി. എന്നാൽ അന്ന് അവർ പുറപ്പെടുവിച്ച ആ വസ്തുത ഡേറ്റയിൽ ഞാൻ വളരെ ശ്രദ്ധയോടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏതാണ്ട് 37 രാഷ്ട്രങ്ങൾ ഭക്ഷണം ഇറക്കുമതി ചെയ്യുകയാണ്. ആ രാഷ്ട്രങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. അവർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്നുള്ളതിന്റെ 50% ഭക്ഷണം കൂടുതൽ ആവശ്യമാണ്. ഈ രാത്രിയെ കേൾക്കുന്നവർ ഓർക്കണം, അവസാന കാലത്തിൽ ക്ഷാമമുണ്ടാകുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൽ 50% കൂടുതൽ വേണം. എന്താ അതിന്റെ കാരണം? പല കാരണങ്ങൾ. ഒന്ന്, സ്ഫോടനാത്മകമായി വർദ്ധിക്കുന്ന ജനപ്പെരുപ്പമാണ്. ചിന്തിക്കാൻ കഴിവുള്ളവരോട് ഞാനൊരു സത്യം പറയാം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ, കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ 25 കോടി ജനങ്ങളെ ഉള്ളൂ. 2000 വർഷം മുമ്പ് 25 കോടി ജനങ്ങളെ ഉള്ളൂ. ആ 25 കോടി 100 കോടി ആകുവാൻ AD 1850 വരെ കാത്തിരുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആദമവരെ സൃഷ്ടിച്ച് 5850 വർഷമെടുത്തു ലോകം ആദ്യത്തെ 100 കോടി കാണുവാൻ. വെറും 150 വർഷത്തിനുള്ളിൽ ഈ 100 കോടി 650 കോടിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഫാക്ട്സ് ആണ്, വസ്തുനിഷ്ഠമായ കാര്യമാണ്, ആർക്കും നിഷേധിപ്പാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. ലോകം ആദ്യത്തെ 100 കോടി ജനങ്ങളെ കാണുന്നത് AD 1850 എന്ന് പറഞ്ഞാൽ ആദമവരെ സൃഷ്ടിച്ച് 4000 വർഷം കഴിഞ്ഞ് യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു വന്ന് 1850 വർഷം കൂടെ കഴിഞ്ഞ് ലോക ജനസംഖ്യ 100 കോടിയായി. ഈ 100 കോടി പെറ്റുപെരുകി 180 വർഷത്തിനുള്ളിൽ 650 കോടിയായി. ഈ രാത്രി നിങ്ങൾ കേൾക്കണം, ഇന്ന് ഈ 650 കോടി ജന്മം കൊടുക്കുന്നത് വിശക്കുന്ന 1 കോടി ജനത്തിനാണ് ഒരു മാസം. വിശക്കുന്ന 1 കോടി വയറ് വീണ്ടും ഒരു മാസം ഈ ഭൂമിയിൽ വരുന്നു. ഒരു വർഷത്തിനുള്ളിൽ 10 കോടി പുതിയ ജനങ്ങൾ വരുന്നു. 10 വർഷം മതി വീണ്ടും ഒരു 100 കോടി കാണുവാൻ. ഈ രാത്രി കേൾക്കുന്നവരോട് വളരെ വ്യക്തമായി ഓർപ്പിക്കട്ടെ, കാലത്തിന്റെ അന്ത്യത്തിൽ ക്ഷാമമുണ്ടാകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ കർമ്മേഘ പടലങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ലോകത്തിൽ ഏതാണ്ട് 37 രാഷ്ട്രങ്ങൾക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. 25,000 ജനങ്ങൾ ദിനംതോറും പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ശ്രദ്ധിപ്പാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആഗോളമായി ഇതിനെന്താണ് പരിഹാരം? ഇതിന്റെ പരിഹാരം നിങ്ങൾക്കറിയാമോ? ഞാൻ പത്രങ്ങളിൽ വായിച്ചു, ഇതിനുള്ള പരിഹാരം ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ പോയി കൃഷി ചെയ്യണം. ഈ വാർത്ത ഞാൻ വായിച്ചത് എന്റെ മനസ്സിൽ കിടന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മധ്യത്തിൽ പ്രസിദ്ധമായ കർഷകശ്രീ 2009 ഫെബ്രുവരി മാസം ഇറങ്ങിയ കർഷകശ്രീ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ചൈനയിൽ നിന്ന് ആഫ്രിക്കയിലെ സാംബിയയിലും നൈജീരിയയിലും കെനിയയിലും സുഡാനിലും കൃഷി ചെയ്യുവാൻ കടന്നുപോയി 7.5 ലക്ഷം ജനങ്ങൾ. നിങ്ങള് ഈ 2009 ഫെബ്രുവരി മാസം എന്ന കർഷകശ്രീ വായിച്ചാൽ അറിയാം, അവര് വൈദഗ്ധ്യവും വിത്തുകളുമായി ആഫ്രിക്കയുടെ പ്രദേശത്ത് കടന്നുപോയി, കൃഷിഭൂമി അന്വേഷിച്ച് കടന്നുപോയി. ചൈനയിൽ 133 കോടി ജനങ്ങളുണ്ട്. അവർക്ക് കൃഷിഭൂമിയില്ല. അവരതിനു വേണ്ടി അങ്ങോട്ട് പോയി. എന്ന് ഞാനിത് ഓർപ്പിച്ചു, ആഗോളമായി പ്രശ്നം പരിഹരിപ്പാൻ ആഗോളമായ ഭൂപ്രദേശം സ്വന്തം രാഷ്ട്രം പോലെ കരുതിയെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ പട്ടിണിയുള്ളിൽ മരിക്കും. ഇതിന്റെ പിറകിൽ UNO മുതലായ സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ
ഈ രാത്രിയിൽ ഒരു സത്യം ഓർപ്പിക്കാൻ ഞാൻ പറഞ്ഞു. ആഗോള പ്രശ്നങ്ങൾ ആഗോളമായ പരിഹരിപ്പാൻ നിവൃത്തിയുള്ളൂ. 3, കാലാവസ്ഥയുടെ വ്യത്യാസം. വിശദീകരിപ്പാൻ സമയമില്ല, ചിന്തിപ്പാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്. കാറിന്റെ പിറകില് യൂറോ 2 ഭാരത് 2 എന്നൊക്കെ ഒട്ടിക്കുമ്പോൾ ആഗോളമായ ഒരു സംഘടന ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഫലമായി ആഗോളമായി വന്നുകൂടിയതിന്റെ ഫലമായി ലോകത്തിൽ ആഗോളം ഈ കാർബൺ മോണോക്സൈഡ് മറ്റു ഉൽപ്പാദിപ്പിക്കുന്നത് നിയന്ത്രിപ്പാൻ പദ്ധതി ഒരുക്കിയതാണ്. ഒരു ആഗോളവൽക്കരണത്തിന്റെ ഭാഗമാണ് കാറിന്റെ പിറകിലെ ആ സ്റ്റിക്കർ. ആഗോളമായി അതും നിയന്ത്രിപ്പാൻ സാധിക്കുള്ളൂ. ആഗോളമായ ന്യൂക്ലിയർ ത്രെട്ട്, ആഗോളമായ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ആഗോളമായി മാസീവ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ, മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഭീകരായുധങ്ങൾ. മനുഷ്യൻ ഇന്ന് കൊതിക്കുന്നു ഒരാഗോള ഗവൺമെന്റിന് വേണ്ടി. ലോകവ്യാപകമായി അതിന്റെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞു. പരസ്പരം യുദ്ധം ചെയ്തിരുന്ന യൂറോപ്പ് അവരുടെ അതിർവരമ്പുകൾ തുറന്നു കൊടുത്തു. അവരൊന്നിക്കുന്നു. നാറ്റോ സംഘടനയിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു കൂടുന്നു, പക്ഷികളെ പോലെ ഒന്നിച്ചു കൂടുന്നു. ഈ രാത്രിയിൽ എന്തുകൊണ്ട് അതൊന്ന് ഓർപ്പിച്ചെന്നറിയാമോ? ബൈബിൾ എത്ര വ്യക്തമായി ഓർപ്പിച്ചു. അവസാന ഭരണകൂടം ആഗോളമായ ഒരു ഭരണകൂടമാണ്. ഒന്നുകൂടെ കടന്ന് ഞാൻ പറയാം. മനുഷ്യന്റെ മുന്നിൽ അതിന്റെ ആവശ്യകതയുണ്ട്. 2, ഇന്ന് നാം ജീവിക്കുന്ന ഇന്ന് അത് വാസ്തവത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാൻ ആവശ്യമായതെല്ലാം ഉണ്ട്. ആവശ്യമായതെല്ലാം ഉണ്ട്. അതിലേറ്റവും ആവശ്യമായത് എന്താണെന്നറിയാമോ? ആഗോളമായ ഒരു ഭരണം നടക്കണമെങ്കിൽ ആഗോളമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പരസ്പരം മിണ്ടുവാൻ സാധ്യമല്ലെങ്കിൽ, പരസ്പരം ആശയവിനിമയം നടത്തുവാൻ സാധ്യമല്ലെങ്കിൽ എങ്ങനെ സാധിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഒരു സൂചന തരുന്നു. വായിപ്പാൻ എന്റെ മനസ്സിൽ പ്രേരണ തോന്നും. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ. ആദ്യമായ ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ശബ്ദമുയർത്തിയവരെ നമുക്കവിടെ കാണാം. ദൈവം പറഞ്ഞു 9:1 നിങ്ങൾ ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞപ്പോൾ 11-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ മനുഷ്യൻ പറഞ്ഞ എന്താണെന്ന് നോക്കുക. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ഭൂമിയിൽ ചിതറിപ്പോകാതിരിപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 3-ാം വാക്യം നോക്കാട്ടെ. വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമായമായി ഉപയോഗിച്ചു. വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നോക്കുക, മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ കാലഘട്ടം. മനുഷ്യൻ ചിതറിപ്പോകാതെ ഒന്നിച്ചു പാർക്കുവാനുള്ള ആ വലിയ പ്രയത്നം ദൈവം വാസ്തവത്തിൽ തകർക്കുന്നത് അവരുടെ ഭാഷ കലക്കിക്കൊണ്ടാണ്. താഴോട്ടുള്ള വാക്യം നോക്കാട്ടെ. 6-ാം വാക്യം. ബാബേലിൽ ദൈവം ഭാഷ കലക്കുന്നു. അവർ കടന്നുപോയി രാഷ്ട്രങ്ങൾ പണിയാൻ വേണ്ടിയാണ്. യെസ്. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെയും അവർക്ക് അസാധ്യമാകയില്ല. ജനമൊന്ന്, അവർക്ക് ഭാഷയൊന്ന്. ദൈവം ഭാഷ കലക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭാഷയായി, ജാതിയായി, കുലമായി പിരിഞ്ഞു. രാഷ്ട്രങ്ങൾ ഭാഷയ്ക്കനുസരിച്ച് പിരിഞ്ഞ് രാഷ്ട്രങ്ങൾ വാസ്തവത്തിൽ രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുവാൻ ആരംഭിച്ചു. കാലം അതിന്റെ അന്ത്യത്തിലെത്തി. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഭാഷകൾക്ക് അതീതമായി ഒരു പ്രത്യേക ഭാഷ മനുഷ്യന് ലഭ്യമായി. ഒരാഗോളവൽക്കരണം അന്ന് സാധിക്കാതെ ദൈവം ഭാഷ കലക്കിയെങ്കിൽ ഇന്ന് ഭാഷ ഒന്നായി മാറി. ഞാൻ പറയട്ടെ, അത് ഇംഗ്ലീഷ് ഭാഷയല്ല, ഇന്റർനെറ്റിന്റെ ഭാഷയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ വാസ്തവത്തിൽ അവരുടെ ആശയവിനിമയം അന്യോന്യം കൈമാറുവാൻ സാറ്റലൈറ്റുകള്, ഇന്റർനെറ്റുകള്, ടെലിവിഷന്, GPS, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ്, നോക്കുക, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും എവിടെയും ആശയവിനിമയം നടത്തുവാൻ കഴിയുന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗം വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ, ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ആക്കം കൂട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ മനുഷ്യനൊന്ന്, അവർക്ക് ഭാഷയും ഒന്ന്, അവരിത് ചെയ്യുവാൻ നിരൂപിക്കുന്നു, അവർക്ക് അസാധ്യമാകില്ല. മനുഷ്യൻ ഭാഷ ദൈവം കലക്കിയപ്പോൾ ഭാഷയ്ക്കനുസരിച്ച് അവർ മാറി. രാഷ്ട്രങ്ങൾ അവർ കെട്ടിപ്പടുത്തു. ആ രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്ത് ജീവിച്ചു. എന്നാൽ ഭാഷകൾ ഇന്ന് പ്രശ്നമില്ലാതെ ലോകത്തിൽ ആഗോളമായി ഒരു ഇന്റർനെറ്റിന്റെ ഭാഷയുണ്ടായി ആശയവിനിമയങ്ങൾ നടത്തുവാൻ കഴിയുന്നു.
ഇത് പ്രാധാന്യത അർഹിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിലാണ് ടെലിവിഷന്റെയും ഇന്റർനെറ്റിന്റെയും സാറ്റലൈറ്റിന്റെയും GPS-ന്റെയും ഒക്കെ ആവിർഭാവം ജീവിതത്തിന്റെ സാധാരണ ഭാഗമായി മാറിയപ്പോൾ പുറകോട്ടിറങ്ങി ചിന്തിപ്പാൻ മനുഷ്യൻ മറന്നു പോകുന്നു. എന്നാൽ ഇന്നാണ് അത് സാധ്യമായതെന്ന് മറക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാഗോള ഭരണകൂടത്തിന് ആവശ്യകത കണ്ടു കഴിഞ്ഞു. ഒരാഗോളമായ ഭരണകൂടത്തിന്റെ ടൂളുകൾ റെഡിയായി മാറി. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, GPS കണ്ടുപിടിച്ചു. നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും അത് വന്നു കഴിഞ്ഞു. അമേരിക്കയിലെ അനേക മൈലുകൾ 200, 300, 400 മൈലുകൾ വണ്ടി ഓടിച്ച് താണ്ടിപ്പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, GPS എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണത്തിൽ എവിടെ ചെല്ലണമെന്നുള്ള അഡ്രസ്സും എവിടെ ചെല്ലണമെന്നുള്ള സ്ട്രീറ്റ് നമ്പറും കൊടുത്തു കഴിയുമ്പോൾ വണ്ടി ഉയരത്തിലുള്ള സാറ്റലൈറ്റിനോട് കണക്റ്റഡായി ആ വണ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകും. ഇടത്തോട്ട് തിരിഞ്ഞാൽ തെറ്റിയെന്ന് പറയും, വലത്തോട്ട് തിരിഞ്ഞാൽ തെറ്റിയെന്ന് പറയും. റോഡുകൾ പറഞ്ഞു തന്ന് കൃത്യമായി അവിടെ ചെല്ലുമ്പോൾ യു ഹാവ് കം ടു ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. മനുഷ്യന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഉപകരണം സാറ്റലൈറ്റുമായിട്ട് ബന്ധിപ്പിച്ച് മനുഷ്യനെ ഈ വിധത്തിൽ നടത്തുന്ന വസ്തുതയാണ് ഇറാഖ് വാറിൽ അമേരിക്ക ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മിസൈലുകൾ ഒരു വാതിൽ പോലും തെറ്റാതെ നോക്കുക, മലകളിലെ പുറത്തു കയറി താഴെ ഇറങ്ങി വസ്തുതകളെ മാറി മാറി ഈ മിസൈലുകൾ കൃത്യമായി ചെന്ന് ലക്ഷ്യത്തിൽ പതിച്ചത് GPS മൂലമാണ്. ഈ രഹസ്യം ഞാൻ പറയട്ടെ, ഒരു ഭരണകർത്താവിന് 30 മിനിറ്റിനുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലും കൃത്യമായി ഒരു അഡ്രസ്സിൽ അവരെ ശിക്ഷിപ്പാൻ കഴിയും. ഈ രാത്രി ഒന്ന് ചിന്തിച്ചേ, ആഗോളമായ ഒരു ഭരണത്തിന്റെ ആവശ്യകത മുന്നിലുണ്ട്. ആഗോളമായ ഒരു ഭരണകൂടത്തിന് വേണ്ട സകല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഇത് ഓർപ്പിച്ചത്, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് നമ്മുടെ കാതിൽ വീഴുന്ന ഒരു ശബ്ദമുണ്ട്, ആഗോളവൽക്കരണം, പുതിയ ഒരു വ്യവസ്ഥിതി, എ ന്യൂ വേൾഡ് ഓർഡർ. വാർത്തകളിൽ അത് വായിക്കുമ്പോൾ, വാർത്തകളിൽ അത് കാണുമ്പോൾ ഈ പ്രസംഗം ബൈബിളിലെ പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ എന്റെ കേൾവിക്കാർ ഓർത്തുകൊള്ളണം, നമ്മൾ വാസ്തവത്തിൽ വന്നെത്തിയിരിക്കുന്നു ലോകമെന്നതിന്റെ അന്ത്യകാലഘട്ടത്തിൽ. അവസാന ദിവസങ്ങളിൽ ആർക്കും നിഷേധിപ്പാൻ വയ്യാതെ ദൈവം അത് എത്രയോ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് നോക്കാം ആഗോളമായ ഒരു വ്യാപാര വ്യവസ്ഥിതി. നമ്മള് വെളിപാട് പുസ്തകത്തിൽ അത് വായിച്ചു. വെളിപാട് പുസ്തകത്തിൽ വായിച്ചു ആഗോളമായ ഒരു വ്യാപാര ശൃംഖല. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഈ കൊച്ചി പട്ടണത്തിൽ എറണാകുളത്ത് പാർക്കുന്നവരോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു, ആഗോളമായ ഒരു വ്യാജമായ ആത്മാവിന് മനുഷ്യൻ അടിമപ്പെടും. എന്താണെന്ന് ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് ദ സ്നേർ ഓഫ് എൻഡ് ടൈം വേൾഡ് എക്കണോമി. കാലഘട്ടത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന ധനത്തിന്റെ വഞ്ചനയാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കാലത്തിന്റെ അവസാനം സംഭവിക്കുന്ന ധനത്തിന്റെ വഞ്ചന. യെസ്, ബൈബിളിൽ നിന്ന് ഞാനത് കാണിച്ചു തരാം. യേശുക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ ഞാൻ കാണിച്ചു തരാം. വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാണ്. നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരാം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ആർക്കൊക്കെ വരുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ ശ്രദ്ധിക്കുക. ആഗോളമായ ഒരു ധനത്തിന്റെ വഞ്ചന, പണത്തിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രതയും വ്യാമോഹവും, ആഗോളമായുള്ള ഒരു പ്രതിഭാസവും വ്യാപാര ശൃംഖലകളും ദൈവപുത്രൻ 2000 വർഷം മുമ്പ് മനുഷ്യവർഗത്തോട് പറഞ്ഞു. ലൂക്കോസ് 21:34 തൊട്ടുള്ള വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അപഗ്രഹിക്കുക. അത് സർവഭൂതലത്തിലുമുള്ള സകല മനുഷ്യർക്കും വരും. ആഗോളമായ ഒരു സമ്പൽ വ്യവസ്ഥയുടെ വസ്തുത വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ 2000 വർഷം മുമ്പ് ദൈവപുത്രൻ പറഞ്ഞ വാക്കോർക്കുക, സർവഭൂതലത്തിലും വസിക്കുന്ന സകല മനുഷ്യർക്കും ആ ദിവസം കണി പോലെ വരും. എന്താണ്
കർത്താവ് പറഞ്ഞത്? കർത്താവ് പറയുന്നത് തന്റെ രണ്ടാം വരവാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവന്റെ രഹസ്യവരവല്ല, അവൻ രണ്ടാമത് വരുന്ന വരവാണ്. അവന്റെ വരവിന് 2 ഘട്ടമുണ്ട്. വേദപുസ്തകം പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാം. ആദ്യം കർത്താവ് രഹസ്യമായി മധ്യാകാശത്തിൽ വന്ന് അവന് ജനത്തോട് കയറി വരാൻ പറയുമ്പോൾ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കണ്ണിമയ്ക്കുന്നതിൽ രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലും. അതിന്റെ ശേഷം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു. അതിന്റെ ശേഷം ദൈവപുത്രൻ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ദിവസം, that day, അതെങ്ങനെ വരുമെന്ന് പറഞ്ഞു? സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് കണി പോലെ വരും. ഭൂമിയിലുള്ളവർക്ക് അത് ഒരു വലിയ ട്രാപ്പായി മാറും. എന്താ അതിന്റെ കാരണം? ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ അതിൽ പെട്ടുപോയിട്ടുള്ള ഒരു ട്രാപ്പ്. തെസ്സലോനിക്കലേഖനത്തിൽ വായിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ വായിച്ചു, വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം കൽപ്പിച്ചാക്കും. അപകടപൂർണമായൊരു ദിവസം നാം ജീവിക്കുന്നു. ഞാനത് പറയുമ്പോൾ ക്ഷമിക്കണം. ആത്മീയ ഗോളത്തിൽ, ഭൗമിക ഗോളത്തിൽ, സോഷ്യൽ വേൾഡിലും സ്പിരിച്വൽ വേൾഡിലും ഈ വ്യാപാരത്തിന്റെ ഈ വ്യാജാത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ ആഗോളമായ ക്രിസ്ത്യാനികൾ ഭൂമിയുടെ എല്ലാ കോണിലും പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ, ഭൗമിക നേട്ടങ്ങളും ഭൗമിക നന്മകളും വരുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തി ഇതൊരു ട്രാപ്പാണ്. മറക്കരുത്, ദൈവപുത്രന്റെ രാജ്യം കഷ്ടതയുടെ രാജ്യമാണ്. അവൻ വെളിപ്പെടുത്തി ഇത് കഷ്ടതയുടെ രാജ്യമാണ്, ക്രൂശിന്റെ അനുഭവമാണ്. ഇത് സുഭിക്ഷയുടേതും ഇത് സമ്പത്തിന്റെയും രാജ്യമല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അതിനെത്രയോ വിപരീതമായ ക്രിസ്ത്യ പ്രസംഗമാണ് ഇന്ന് ടിവിയിലും ലോകത്തിലും കേൾക്കുന്നത്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. യെസ്, ക്ഷമിക്കണേ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് ഇതൊരു ട്രാപ്പായി മാറും. എനിക്കറിയാം, ഞാന് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി, സമ്പത്ത് വർദ്ധിക്കുമെന്ന് പ്രസംഗിക്കുന്നവനായിരുന്നെങ്കിൽ ഈ മൈതാനം ആളുകളെ കൊണ്ട് തിങ്ങിയേനെ. യെസ്, മനുഷ്യൻ കാപട്യം വിശ്വസിക്കുന്നു, ബൈബിൾ വെളിപ്പെടുത്തുന്നു, ദൈവം അത് വിശ്വസിപ്പാൻ ഇടയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞാനൊരു സത്യം കൂടെ ഓർപ്പിക്കട്ടെ. ലോകത്തിൽ, ഭൗമിക ലോകത്തിൽ ഈ വ്യാജത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞു. ദൈവപുത്രൻ നമ്മളോട് പറഞ്ഞു, കണി പോലെ ലോകത്തിൽ സംഭവിക്കും. കണി പോലെ സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? അവൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ആ വാക്കുകൾ ഞാൻ അപഗ്രഥിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് സംഭവിക്കും. ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് സ്നേർ. യെസ്, ആഗോളമായ ഒരു കാപട്യം. 3 കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു 2000 വർഷം മുമ്പ്. അവനത് പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഭാഷയിൽ ഞാൻ പറയാം. കർത്താവ് പറഞ്ഞ എന്തൊക്കെയാണ്? അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. ആധുനിക സാമ്പത്തിക വിദഗ്ധന്മാർ ആ ഭാഗം അപഗ്രഥിച്ചാൽ അവർ ഇങ്ങനെ പറയും: അതിഭക്ഷണം, കൺസ്യൂമർ സൊസൈറ്റി. യെസ്. 2, മദ്യപാനം, ലെഷർ ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. 3, ഉപജീവന ചിന്തകൾ, debt trap, economical instabilities. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതിഭക്ഷണം, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ആധുനിക ഭാഷയിൽ ഞാൻ പറയട്ടെ: കൺസ്യൂമർ സൊസൈറ്റി. നാം ഇതിനു മുമ്പ് ഈ എറണാകുളം പട്ടണത്തെ, കൊച്ചി പട്ടണത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് വന്ന് ഈ വിധത്തിൽ വ്യാപാരം ആരംഭിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, ഇല്ല.
കാലത്തിന്റെ അന്ത്യമെത്തി. വാസ്തവത്തിൽ ഇന്ന് ബൈപ്പാസിലൂടെ യാത്ര ചെയ്താൽ ഏതാണ്ട് 9 മോളുകൾ അവിടെ പണിയുമ്പോൾ ഇത് മുഴുവൻ കൺസ്യൂമർ സൊസൈറ്റിക്ക് വേണ്ടി മനുഷ്യന് ആവശ്യമുള്ളതിലധികം മേടിച്ചു കൂട്ടുവാൻ അവനെ തന്ത്രപൂർവമായി കാപട്യത്തിൽ അടിമപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരാരാണ്? MBA-യും അതുപോലെ ഫൈനാൻസിന്റെ കാര്യങ്ങൾ പഠിച്ച് മനുഷ്യനെ എങ്ങനെ കടത്തിന്റെ കെണിയിൽ അമർത്തി അവനെ തകർക്കണമെന്ന് പഠിച്ചിട്ടുള്ളവരാണ് വിദഗ്ധന്മാർ. ആണോ? ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റെ വാക്കിന് അർത്ഥമുണ്ടോ? മനുഷ്യന് പണം വേണ്ട. കടത്തിന്റെ ട്രാപ്പിൽ വിദേശ രാജ്യങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്ത മനുഷ്യന് കുടുംബവും ആത്മഹത്യ ചെയ്യുന്നു. കാരണം ഈ ഭയങ്കരമായ ട്രാപ്പിൽ ചെന്നപ്പെട്ടു. അത് ചെറുകിയ ലോകത്തിൽ ആഗോളം പടർത്തുകയാണ്. ചൈനയുടെ അതിരുകളിൽ അവരിത് കയറ്റിയിരുന്നില്ല, എന്നാൽ അതിരുകൾ തുറക്കപ്പെട്ടു. യേശുക്രിസ്തു പറഞ്ഞ പോലെ ലോകത്തിലാഗോളമായി ഈ ട്രാപ്പിൽ മനുഷ്യൻ പെടുന്നു. അതിഭക്ഷണം, കൺസ്യൂമർ സൊസൈറ്റി, ലെഷർ ഇൻഡസ്ട്രി, മദ്യപാനം, മനുഷ്യന്റെ വാസ്തവത്തിൽ ഇമ്പങ്ങൾക്ക് അവന്റെ പണങ്ങൾ ഊറ്റിയെടുക്കുവാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരള ഗവൺമെന്റ് ബ്രവറീസ് കോർപ്പറേഷൻ 2008-2009 വിറ്റത് 617 കോടി രൂപയുടെ മദ്യം. കോർപ്പറേഷൻ ലഭിച്ചത് 800 ചില്ലുവാനും കോടി. എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തു പറഞ്ഞു, മദ്യപാനം, എന്റെ പ്രിയപ്പെട്ടവരെ, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആഗോളമായി ഇന്നതൊരു സാധാരണ വിഷയമായി പബ്ബുകളും പാർട്ടികളും ലോകത്തിൽ ആഗോളമായി മനുഷ്യനെ മദ്യത്തിൽ മാത്രമല്ല ഈ ലെഷർ ഇൻഡസ്ട്രീസിൽ വാസ്തവത്തിൽ മുക്കുമ്പോൾ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പറഞ്ഞു, കൺസ്യൂമർ സൊസൈറ്റിയും ലെഷർ ഇൻഡസ്ട്രിയും. 3, യേശുക്രിസ്തു പറഞ്ഞ വാക്കോർക്കണം, ആകുല ചിന്ത, ആങ്സൈറ്റി. മനുഷ്യന് വല വെപ്രാളം. ജോലി നഷ്ടപ്പെടുമോ? കടം തിരിച്ചടയ്ക്കാനൊക്കുമോ? മനുഷ്യനെ ഒരു ട്രാപ്പിലാക്കുന്നു. ആരാണ് ഈ ട്രാപ്പിലാക്കുന്നത്? ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആരാണ് ഇതാക്കുന്നത്? വലിയ മൾട്ടിനാഷണൽ കമ്പനീസ്. ഞാൻ ഓർക്കുന്നു 1994 എറണാകുളം പട്ടണത്തൊരു വീട് മേടിപ്പാൻ ഞാനൊരു ബാങ്കിൽ കടന്നു ചെന്നപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, NRIക്ക് യാതൊരു വിധത്തിലും അവര് ലോൺ കൊടുക്കില്ല. ഇന്നറിയാമോ, ഒന്ന് മൂളിയാ മതി, മനസ്സ് ചിന്തിച്ചാ മതി, പുറകിന്നവർ മാറില്ല. കടമെടുത്തോ, പിടിച്ചോ, കൊടുത്തോ. വലിയ വ്യത്യാസം. മൾട്ടിനാഷണൽ കമ്പനീസ് പണങ്ങളുമായി വന്ന് വലിയ വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തി. ഇതോട് ചേർത്ത് 1-2 കാര്യം പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. വിശുദ്ധ പൗലോസ് 2 തിമോഥെയോസ് 2:1-2 വാക്യത്തിൽ എഴുതിയപ്പോൾ, അന്ത്യകാലത്ത് മനുഷ്യൻ ദ്രവ്യാഗ്രഹികളാവും, മനുഷ്യൻ പണത്തിന് വേണ്ടി പോകുന്നവരാവും. മനുഷ്യന് പണം ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ കാലം പോലെ പണം മനുഷ്യനെ വാസ്തവത്തിൽ കടന്നു പിടിക്കുന്ന, മനുഷ്യനെ ഭരിക്കുന്ന ഒരു വസ്തുവായി മാറി. അന്ത്യകാലം. യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. 3-ാം വാക്യം, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് ഞാൻ പറയട്ടെ, അന്ത്യകാലത്തെ കുറിച്ച് ബൈബിള് ധാരാളം പ്രവചന സൂക്തങ്ങൾ നമുക്ക് തരുന്നു. അവസാന കാലത്ത് പണം. ഞാൻ വായിക്കുകയുണ്ടായി, യൂറോപ്പിലും അമേരിക്കയിലും വികസിത രാജ്യങ്ങളിൽ 13 പേര് ജോലി ചെയ്താൽ അതിൽ 2 പേര് ഫൈനാൻഷ്യൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ലോകത്തിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ളവര് ഈ വിധത്തിൽ വിദഗ്ധന്മാരാണ്. ജനങ്ങൾക്ക് എങ്ങനെ പണം കൊടുക്കാം, അവരുടെ പണം എങ്ങനെ ചൂർത്തിയെടുക്കാം, അന്തർദേശീയമായി വ്യാപകമായി വ്യാപാര ശൃംഖലകൾ കിടത്തി മനുഷ്യനെ ഊറ്റിയെടുക്കുമ്പോൾ ഈ രാത്രി ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ഓർപ്പിച്ച പോലെ സകല ജാതികളും
ഭൂമിയിലെ സകല ജാതികളും നിന്നോടുള്ള വ്യാപാരത്താൽ സമ്പന്നരായി മാറി. ലോകം വലിയ സമ്പത്തുള്ളവരായി മാറി. നല്ലൊരു വാക്യം വായിച്ചോട്ടെ. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 8:25. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സഹൃദയത്തിൽ വച്ച് വമ്പു ഭാവിച്ച് നിശ്ചയ ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും. ആ വാക്യം മാത്രം എടുക്കാന്, നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും അവൻ നശിപ്പിക്കും. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കട്ടെ. He shall destroy many in their prosperity. അവർക്ക് ഈ വിധത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ He shall destroy many in their prosperity. അനേകരെ നശിപ്പിച്ചു കളയും. എന്താണ് ഈ പറയുന്നത്? ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആഗോളമായി ഒരു ഭരണകൂടത്തിന് വേണ്ടിയുള്ള ആവശ്യകത, ആഗോളമായ വാസ്തവത്തിൽ ഭരണകൂടത്തിന് വേണ്ടിയുള്ള അതിന്റെ സകല കാര്യങ്ങളും ഒരുക്കപ്പെട്ട ഒരു ലോകം, ആഗോളമായ വ്യാപാര ശൃംഖല, മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ആവിർഭാവം, ലോകം മുഴുവൻ ഒരു ഡെഡ് ട്രാപ്പിൽ യേശുക്രിസ്തു പറഞ്ഞ പോലെ മനുഷ്യൻ അറിയാതെ നനച്ചിരിക്കാത്ത നാഴികയിൽ സർവഭൂതലത്തിലും കണി പോലെ വരത്തക്കവണ്ണം ലോകവ്യാപകമായി ദൈവപുത്രൻ പറഞ്ഞത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ആരാണ് ഈ വിധത്തിൽ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നശിപ്പിച്ചു കളയുന്ന വ്യക്തി? He shall destroy many in their prosperity. അവരുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആരാണ് ഈ നശിപ്പിക്കുന്നത്? എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ബൈബിള് വളരെ വ്യക്തമാണ്. ബൈബിള് വളരെ വ്യക്തമാണ്. ലോകത്തിൽ ഉത്ഭവിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചും സാമ്രാജ്യങ്ങളെ കുറിച്ചും അതിന്റെ അവസാനത്തെ കുറിച്ചും വ്യക്തമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ. എന്റെ സമയത്തിന്റെ പരിധി കൊണ്ട് ഓടിച്ച് ഞാൻ പറയട്ടെ. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം പ്രവചനത്തിന്റെ ABC എന്ന് പറയുന്നു. പ്രവചനത്തിന്റെ ABC എന്ന് പറയുന്ന ദാനിയേൽ പ്രവചനത്തിൽ 4 വിധമായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബത്തെ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ നെബൂഖദ്നേസർ കണ്ടു, ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താണെന്ന് അറിയാമോ? ലോകത്തിൽ ഉത്ഭവിക്കുന്ന 4 സാമ്രാജ്യങ്ങൾ. വാസ്തവത്തിൽ ഇത് വായിച്ചിട്ട്, ഈ ചരിത്രം പഠിച്ചിട്ട് അമിത കൃത്യപ്പുകാർ, ക്രിട്ടിക്സ് ഇങ്ങനെ പറഞ്ഞു, ദാനിയേലിന്റെ പുസ്തകം ചരിത്രം കഴിഞ്ഞിട്ട് എഴുതിയതാണെന്ന്. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു കള്ളം പറയില്ല. യേശുക്രിസ്തു പറഞ്ഞു, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ യേശുക്രിസ്തു ദാനിയേലിനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിച്ചു. ദാനിയേൽ എന്താ പറഞ്ഞത്? ലോകത്തിൽ ഉത്ഭവിച്ച സാമ്രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, അവയുടെ അസ്തമനത്തെ കുറിച്ച് പറഞ്ഞു. കൃത്യമായി അത് സംഭവിച്ചപ്പോൾ മനുഷ്യൻ അങ്ങോട്ട് വിശ്വസിപ്പാൻ നിവൃത്തിയില്ലേ? ആദ്യം ഉത്ഭവിച്ചു വന്ന ബാബേൽ സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 68 വർഷം നിന്നു. അത് തങ്കം കൊണ്ടുള്ള തല, അത് കഴിഞ്ഞ് വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും. അതിന് ശേഷം വന്ന മേദ്യരുടെയും ഭാഷയുടെയും ഭരണം. അവരേതാണ്ട് 208 വർഷം ഭൂമിയിൽ ഭരിച്ചു. അതിന് ശേഷം താമ്രം കൊണ്ടുള്ള ഗ്രീക്ക് സാമ്രാജ്യം 108 വർഷം ലോകത്തിൽ ഭരിച്ചു. അവരെ പിടിച്ചടക്കി റോമാ സാമ്രാജ്യം ഏതാണ്ട് 326 വർഷം ഈ ലോകത്തെ ഭരിച്ചു. ഞാൻ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചോട്ടെ. ഈ 4 സാമ്രാജ്യങ്ങൾ വെളിപ്പെടുത്തിയതുപോലെ ആശ്ചര്യമായി സംഭവിച്ചു. എന്നാൽ 4ാം സാമ്രാജ്യത്തെ കുറിച്ച് 7-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത് സർവഭൂമിയെയും തിന്ന് ചവിട്ടിക്കളഞ്ഞു. മറ്റ് 3 സാമ്രാജ്യങ്ങളെ കുറിച്ചും അത് പറഞ്ഞില്ല. 4ാമത്തെ സാമ്രാജ്യം സർവഭൂമിയിലും വ്യാപരിച്ച സാമ്രാജ്യം. എന്റെ കേൾവിക്കാരെ, അത് റോമൻ സാമ്രാജ്യമാണ്. 2000 വർഷം മുമ്പ് ലോകം ആ സാമ്രാജ്യത്തെ സാക്ഷീകരിച്ചു. ഈ രാത്രിയുടെ കേൾവിക്കാരെന്ന് ഓർക്കണം, ബൈബിളത്തെ കൃത്യമാണ്, സത്യമാണ്. 4ാമത്തെ സാമ്രാജ്യം സർവഭൂമിയെയും തിന്ന് ചവിട്ടി. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അവിടെ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4ാം സാമ്രാജ്യത്തിൽ നിന്നുള്ള മറ്റൊരു വസ്തുത പറയുന്നു, ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായ 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. ആരാണ് ഈ എഴുന്നേറ്റവൻ?
അവനെ കുറിച്ച് 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആരാണത്? അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വെളിപ്പെടുത്തി പിന്നെന്ന് പറയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു, യേശുക്രിസ്തു മരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണശേഷം ദാനിയേൽ പറഞ്ഞത് ഓർക്കുക, എന്റെ കേൾവിക്കാരെന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ ദാനിയേൽ വെളിപ്പെടുത്തി, അഭിഷിക്തൻ പ്പെട്ട ശേഷം പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണ ശേഷം 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70 യെരുശലേം പട്ടണവും ദേവാലയം നശിപ്പിച്ചത് റോമാക്കാരാണ്. ചരിത്രം സാക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു സത്യം വെളിപ്പെടുന്നു, വരുവാനിരിക്കുന്ന പ്രഭു റോമാക്കാരനാണ്. സ്തോത്രം! എത്ര വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. 4ാമത് ഉത്ഭവിച്ച സാമ്രാജ്യം റോമൻ സാമ്രാജ്യം. അതിൽ നിന്ന് 10 കൊമ്പ് എഴുന്നേറ്റ് വരും. അതെന്താണെന്ന് വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അതിന്റെ ശേഷം അവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വരും. അവൻ ആരാണ്? ഹി ഈസ് ദ റോമൻ പ്രിൻസ്. ഇടയ്ക്കാം വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 10 കൊമ്പുകൾ എഴുന്നേറ്റ് വരും. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. എന്താണ് ഈ സമുദ്രം? സമുദ്രം എന്താണ്? 17-ാം അധ്യായം എടുത്താട്ടെ. 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഈ രാത്രി അതൊന്ന് ശ്രദ്ധിക്കണം. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. യെസ്, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ 10 കൊമ്പുള്ള മൃഗം, അതിന്റെ 17-ാം അധ്യായത്തിന്റെ ഒരു ഭാഗ്യം കൂടെ വായിക്കാം. 12-ാം വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. നോക്കുക, ബൈബിൾ എത്ര സത്യമാണെന്നും വേദപുസ്തക പ്രവചനം എത്ര കൃത്യമാണെന്നും ഈ രാത്രി പ്രവചനത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. മാത്രമല്ല, കാലം അതിന്റെ അവസാന പണികൾ നടത്തുന്നുവെന്നും ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ നോക്കുക, 10 കൊമ്പുള്ള ഒരു മൃഗം നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ കണ്ടു. 4ാമത് ഉത്ഭവിച്ച മൃഗം റോമൻ സാമ്രാജ്യമാണ്. ആ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 10 കൊമ്പ് എഴുന്നേറ്റ് വരുന്നു. അവരുടെ ശേഷം ഒരുത്തൻ എഴുന്നേറ്റ് വരുന്നു. വെളിപാട് പുസ്തകത്തെ ദൈവം വെളിപ്പെടുത്തി, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്. അവരിതൊരു രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അവരാരോടുകൂടെ ഭരിക്കും? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രിൻസിനോടുകൂടെ, അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന പ്രഭുവിനോടുകൂടെ ഭരിക്കും. ആരാണ് ഈ പ്രഭു? ഞാൻ വെളിപ്പെടുത്താം. എന്നാൽ അവൻ എവിടെ നിന്ന് എഴുന്നേൽക്കും? എങ്ങനെ എഴുന്നേൽക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 4ാം സാമ്രാജ്യം റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം അതിൽ തന്നെ തകർന്നുപോയി. മറ്റ് സാമ്രാജ്യങ്ങളെ രാഷ്ട്രങ്ങൾ പിടിച്ചെടുത്തു. ബാബിലോണെ മേദ്യരും പാർശ്വരും പിടിച്ചു. മേദ്യരും പാർശ്വനെ ഗ്രീക്ക് പിടിച്ചു. ഗ്രീക്കുകാരെ റോമാക്കാർ പിടിച്ചു. റോമാക്കാരെ ആരും പിടിച്ചില്ല. റോമൻ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടു പോയി. AD 476 റോമൻ സാമ്രാജ്യം ശിഥിലീകരിച്ചു. ദൈവം വെളിപ്പെടുത്തി, ആ ശിഥിലീകരിച്ച റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കാലത്തിന്റെ അന്ത്യത്തിൽ ആ ജലതതി, അതായത് ജനങ്ങൾ വെള്ളമാണ്, അതിൽ നിന്ന് ഈ 10 കൊമ്പ് എഴുന്നേറ്റ് വരും. യൂറോപ്പിൽ കാണുന്ന, മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണുന്ന പല രാജ്യങ്ങളും വാസ്തവത്തിൽ ഉണ്ടായിരിക്കുന്നത് തകർന്നുപോയ റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. AD 476 റോമൻ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ട റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ന് യൂറോപ്പിൽ കാണുന്ന രാജ്യങ്ങളുണ്ടായി. ചരിത്രം നീണ്ടു പറയാൻ കഴിയും, ചുരുക്കി ഞാൻ പറയട്ടെ. യൂറോപ്പിലോട്ടൊന്ന് കണ്ണോടിച്ചേ. എന്തുകൊണ്ടാണ് യൂറോപ്പ് യുണൈറ്റഡ് ആകുന്നത്? എന്തുകൊണ്ടാണ് യൂറോപ്പ് ഒന്നിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പൽ സമർത്ഥമായ ശക്തിയായ ഒരു ഭാഗമായി യൂറോപ്പ് തീരാൻ പോകുന്നു. യൂറോപ്പിൽ ചലനാത്മകമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു സത്യം നമ്മൾ ഓർക്കണം, യൂറോപ്പ് പരസ്പരം യുദ്ധം ചെയ്തവരാണ്.
പരസ്പര വിശ്വാസമില്ലാത്തവരാണ്. രണ്ട് ലോകമായ യുദ്ധം അവർ ചെയ്തതാണ്. ആ രാഷ്ട്രങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ അതിർവരമ്പുകൾ എടുത്തു കളഞ്ഞു. യൂറോപ്യൻ കോമൺ മാർക്കറ്റായി, അവർക്കൊരു പാസ്പോർട്ടായി, ഒരു സിറ്റിസൺസായി. 2001 അവരുടെ കറൻസികൾ മാറ്റി അവരൊരു പുതിയ കറൻസി എടുത്തു. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, പരസ്പരം യുദ്ധം ചെയ്ത് പരസ്പര വിശ്വാസമില്ലാതെ നിന്ന യൂറോപ്പ് എന്തുകൊണ്ട് യുണൈറ്റഡ് ആകുന്നു? വേദപുസ്തകം മാത്രമേ അതിന് മറുപടി തരുന്നുള്ളൂ. കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ ദൈവജനത്തിൽ പറഞ്ഞ പോലെ ആ പ്രതലത്തിൽ നിന്ന്, നാലാമത്തെ സാമ്രാജ്യത്തിൽ നിന്ന് 10 കൊമ്പുകൾ എഴുന്നേറ്റ് വരും. ദൈവജനം എത്ര അത്ഭുതമാണ്! ഇതെന്തൊരു അത്ഭുതമാണ്! ഇതെന്തൊരു അത്ഭുതമാണ്! എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം നൂറ്റാണ്ട് മുമ്പ് രേഖപ്പെടുത്തുകയെന്നോ? അതെ, രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ, അമേരിക്ക സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരോട് പറയട്ടെ, അമേരിക്ക തകർന്നെങ്കിലേ സാധിക്കുള്ളൂ. അമേരിക്ക തകരും, യൂറോപ്പ് പ്രബലപ്പെടും. എങ്ങനെ പറയാൻ കഴിയുമെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു തരാം. ബൈബിളിലെ പ്രവചനത്തെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞു തരാം. യെസ്, ഒരു വാക്യം വായിച്ചട്ടെ. യെശയ്ക്കേൽ 38:13 വിശദീകരിക്കാതെ ഞാൻ പറയാം. യെശയ്ക്കേൽ 38:13. എന്റെ ഈ കേൾവിക്കാരി രാത്രി ഒന്ന് ശ്രദ്ധിക്കുക. ശെബയും ദദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. യെശയ്ക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ ദൈവസഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, കഴിഞ്ഞ രാത്രി ഓർപ്പിച്ച പോലെ ഇറാൻ മുതലായ രാഷ്ട്രങ്ങളോട് ചേർന്ന് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 83 എത്ര വ്യക്തമായി വെളിപ്പെടുത്തി. നാം ഒന്നിച്ചു വരിക, അവളൊരു ജാതിയായിരിക്കാതെ വണ്ണം അവളെ തുടച്ചു കളയുക എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിന്റെ അവസാനത്തിൽ റഷ്യയും ഈ പറഞ്ഞ രാഷ്ട്രങ്ങളും അവരെ യുദ്ധം ചെയ്യുമ്പോൾ മറുഭാഗത്തൊരു ശബ്ദം കേൾക്കുന്നു. ആരാണ് ആ ശബ്ദം കേൾക്കുന്നത്? ഈ ശബ്ദം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: തർശീശ് വർത്തകന്മാരും അതിന്റെ ബാലസിംഹങ്ങളും നീ കൊള്ളയിടുവാനാണോ വന്നത്? ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? ബ്രിട്ടീഷുകാരും സ്പാനിഷുകാരും യൂറോപ്പിലുള്ളവരാണ്. യൂറോപ്പിലുള്ളവരായിരുന്നു ലോകത്തിന്റെ ടിൻ മർച്ചന്റ്സ്. തർശീശ് വർത്തകന്മാർ, മർച്ചന്റ്സ് ഓഫ് തർശീഷ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നോക്കിയേ. അതും അതിന്റെ ബാലസിംഹങ്ങളും. ആരാണ് ഈ ബാലസിംഹങ്ങൾ? ആരാണ് അമേരിക്കക്കാര്? ആരാണ് ഓസ്ട്രേലിയക്കാര്? ആരാണ് ന്യൂസിലൻഡ്? ആരാണ് കനഡിയൻസ്? നിങ്ങൾക്കറിയാമോ, 17-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 37 ദശലക്ഷം യൂറോപ്പിലുള്ളവർ കുടിയേറി അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിച്ചു. ആരാണത്? തർശീശ് വർത്തകന്മാരുടെ ബാലസിംഹങ്ങളാണ്. ആരാണ് കാനഡ? തർശീശ് വർത്തകന്മാരുടെ ബാലസിംഹങ്ങളാണ്. അവരൊന്നിച്ച് ചോദിക്കുന്നു, നീ കൊള്ളയിടുവാനോ വന്നത്? ഇവിടെ ഒരു സത്യം ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞെന്നല്ല, യൂറോപ്പിലുള്ളവരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും തർശീശ് വർത്തകന്മാരും ബാലസിംഹങ്ങളും. എന്താ കാരണം? അമേരിക്ക പുറകോട്ട് പോകും, യൂറോപ്പ് മുന്നോട്ട് വരും. വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിച്ചത് സംഭവിക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഒരു വലിയ വാണിജ്യ കരാർ മൂലം, ഞാൻ ഓർപ്പിക്കാം, ഞാനത് വസ്തുനിഷ്ഠമായിട്ട് പറയാം, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വേദപുസ്തകത്തിൽ നിന്ന് ഈ പ്രവചനം എടുത്തു തരുമ്പോൾ ചില വികാരത്തെ ആസ്പദമാക്കി ഞാൻ പ്രസംഗിക്കുകയല്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, ഫാക്ട്സുകൾ നിരത്തി വെക്കുമ്പോൾ ചിന്തിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കാം. അമേരിക്കയാണ് ലോകത്തിലെ ഏതാണ്ട് 50% വാണിജ്യം നിയന്ത്രിച്ചത്. യെസ്, 47 വർഷം നിലനിന്ന ഒരു വ്യാപാര കരാറ് 1947 ഒപ്പുവെച്ചിരുന്നു. ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ്.
ഗാറ്റ് കരാർ ഒപ്പുവെച്ചതിന്റെ ഫലമായി 47 വർഷം അമേരിക്ക ഐക്യനാടുകൾ ലോകത്തിന്റെ വാണിജ്യത്തിൽ പകുതി നിയന്ത്രിച്ചു. അവർക്ക് വന്ന സമ്പത്ത് നിങ്ങൾക്കറിയാമല്ലോ. ഗാറ്റ് കരാർ മാറി. ഗാറ്റ് കരാറിന് പകരം മറ്റൊരു കരാർ ഒപ്പുവെച്ചു. ആ കരാറിന്റെ പേരാണ് WTO കരാർ. ഏതാണ്ട് 2001 WTO ഒപ്പുവെച്ചപ്പോൾ മറ്റൊരു വസ്തുത സംഭവിച്ചു. എന്താണെന്ന് അറിയാമോ? അമേരിക്കയുടെ കയ്യിലുള്ള വ്യാപാരം അവർക്ക് കുറഞ്ഞു, 15% കുറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും വന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ, ഇന്ത്യയും ചൈനയും സാമ്പത്തികമായി വളർന്നതിന്റെ കാരണം അതാണ്. എന്തുകൊണ്ടാണ് ഈ ഏഷ്യൻ രാജ്യങ്ങൾ ശക്തിപ്പെട്ടത്? എടുത്തു വായിച്ചു, എനിക്ക് നിവൃത്തിയില്ല പറയുവാൻ. വെളിപാട് ദിവസം 9, വെളിപാട് ദിവസം 16. അവസാനം യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അന്തിക്രിസ്തുവിനെ വെല്ലുവിളിക്കുവാൻ ഏഷ്യൻ രാജ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഏഷ്യൻ രാജ്യങ്ങൾ അവനെ വെല്ലുവിളിക്കുവാൻ അടുത്തു വരുമ്പോൾ വെളിപാട് ദിവസം 9, 16 അധ്യായങ്ങളിൽ വായിക്കുന്നു, ഏതാണ്ട് 200 മില്യൺ സൈന്യവുമായി ഈ ഏഷ്യൻ രാജ്യങ്ങൾ മധ്യപൂർവ്വദേശത്തിലോട്ട് നീങ്ങുമ്പോൾ ഒരു സത്യം ഓർത്തുകൊള്ളണം. 60 വർഷം മുമ്പ് 625 നാട്ടുരാജാക്കന്മാർ ഇന്ത്യയെ ഭരിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് യാതൊരു ശക്തിയുമില്ലാതെ കിടന്നു. ചൈനയിലോട്ട് നോക്കിയേ, കറുപ്പടിച്ച് അവർ പരസ്പരം പോരാടി യാതൊരു ബലവുമില്ലാതെ കിടന്ന രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ശക്തിപ്പെട്ടു? എന്തുകൊണ്ട് അമേരിക്ക ക്ഷീണിക്കുന്നു? എന്തുകൊണ്ട് യൂറോപ്പ് ശക്തിപ്പെടുന്നു? ബൈബിളിന്റെ പ്രവചനത്തിൽ അവസാന നാളുകളിൽ നിവർത്തിക്കപ്പെടുവാൻ രാഷ്ട്രധ്രുവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. യെസ്, ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചതാണ്. അമേരിക്ക യൂറോപ്പിന്റെ പുറകിൽ വരും. പ്രിയപ്പെട്ടവരെ, യൂറോപ്പ് സടകുടഞ്ഞ് എഴുന്നേറ്റു. ബൈബിളിൽ ദാനിയേലും വെളിപ്പാടും രേഖപ്പെടുത്തിയ പോലെ 4ാമത്തെ സാമ്രാജ്യം, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 10 കൊമ്പുകൾ, വാസ്തവത്തിൽ യൂറോപ്പ് എഴുന്നേൽക്കുന്നു. അവസാനം അത് 10 രാജാക്കന്മാരിൽ അവസാനിക്കും. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ദാനിയേൽ 8:25 നമ്മൾ വായിച്ചു, അവൻ പലരെയും നശിപ്പിച്ചു കളയും. He shall destroy many in their prosperity. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? അവൻ കിളന്നു വരുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അവൻ വെള്ളത്തിൽ നിന്ന്, ജലാശയത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. എന്താണ് ഈ സമുദ്രം? നമ്മൾ വെളിപാട് ദിവസത്തിൽ വായിച്ചു, നീ കണ്ട വെള്ളം ഭാഷകളും പുരുഷാരങ്ങളുമാണ്. ജലസമുദ്രമാണ്, ജലധതിയാണ്. ഈ ലോക ജനതയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരും. ഒന്നുകൂടി വായിച്ചാട്ടെ, യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 12. യെശയ്യാ പ്രവചനം 17:12. അയ്യോ അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു, എങ്കിലും അവൻ അവരെ ശാസിക്കും. അനേക വംശങ്ങളുടെ ഇരച്ചിൽ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു. ഇളകിമറിയുന്ന സമുദ്രം. യേശുക്രിസ്തു ലൂക്കോസ് 21:25 നമ്മോട് പറഞ്ഞു, കടലിന്റെ ഓളത്തിന്റെയും മുഴക്കം അവസാന കാലത്തുണ്ടാകും. അത് കേട്ട് ഭയപ്പെടും. നോക്കുക, ഇവിടെ വംശങ്ങളുടെ ഇരച്ചിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അനേക വംശങ്ങൾ ഇളകിമറിയുന്നു. എന്താണ് അതിന്റെ കാരണം? ദാനിയേൽ 8:25 വായിച്ചില്ലേ, He shall destroy many in their prosperity. ഈ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അവൻ തകർത്തു കളയും. യെസ്, യാക്കോബ് ലേഖനം ഒന്നെടുക്കാം. യാക്കോബ് ലേഖനം ഒന്നെടുത്താട്ടെ, 5-ാം അധ്യായം ഒന്നെടുത്താട്ടെ. എന്റെ കേൾവിക്കാരെ, ഇന്നുള്ള ഈ സമ്പത്ത് വർധനയുണ്ടല്ലോ, ഇത് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു, പുഴുവരിച്ചു പോകാൻ പോകുന്നു, പണം ദ്രവിച്ചു പോകാൻ പോകുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചു, അത് തകർന്നു പോകും. ഇംഗ്ലീഷ് അറിയാവുന്നവര് 4-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു,
നിങ്ങളുടെ നിലങ്ങൾ കൊയ്ത വേലക്കാരുടെ കൂലി പിടിച്ചു വെച്ചുവല്ലോ. വേലക്കാർ കരയുന്നു, കൃഷിക്കാർ കരയുന്നു. എന്നാൽ അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു ബൈ ഫ്രോഡ്. ബൈ ഫ്രോഡ്. ഈ രാത്രി ഞാൻ പറയട്ടെ, ഇവരെങ്ങനെ ധനം ഉണ്ടാക്കുന്നു? ഇറ്റ് ഈസ് ബൈ ഫ്രോഡ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ പണം കടം കൊടുക്കുവാൻ വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഈ സംഘടനകൾ വായ്പകൾ കൊടുക്കുന്നു. ഞാൻ ഈ പറയുന്നത് സത്യമാണോന്ന് നിങ്ങൾ ഇന്റർനെറ്റിലെങ്കിലും പോയി ഒന്ന് പരിശോധിച്ച് നോക്കുക. രാഷ്ട്രങ്ങൾക്ക് പണം കൊടുക്കുന്നു. ADB ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഫിലിപ്പൈൻസിലുള്ള ബാങ്ക് അവിടെ നിന്ന് കടമെടുത്തപ്പോൾ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ശബ്ദമുയർത്തിയപ്പോൾ, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഒരു പക്ഷെങ്കിൽ എന്താണ് അവർ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങൾക്കറിയാമോ എന്താ ശബ്ദമുയർന്നെന്ന്? WTOയും ADBയും ഒക്കെ കടം കൊടുക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് നിബന്ധനകൾ ഒപ്പുവെച്ചു. കാർഷിക വായ്പ ഇഷ്ടം പോലെ കിട്ടും, എന്നാൽ ആ നിബന്ധനയിലുണ്ട് നമ്മളിവിടെ സബ്സിഡി നിർത്തണം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, സബ്സിഡി നിർത്തണം. സബ്സിഡി നിർത്തുമ്പോൾ വികസിത രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് മുതലായ രാജ്യങ്ങളിൽ സബ്സിഡി നിർത്തേണ്ട ആവശ്യമില്ല. കടമെടുക്കുന്ന നമുക്ക് സബ്സിഡി നിർത്തണമെന്ന് മാത്രമല്ല, ഈ സാധനങ്ങൾ, കാർഷിക സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ ചുങ്കം ചുമത്താൻ പാടില്ല. കാര്യം പിടികിട്ടിയോ? ലോകം മുഴുവൻ ഒരു വാണിജ്യ പ്രതലമായി വലിയ രാഷ്ട്രങ്ങൾക്കും കുത്തക കമ്പനികൾക്കും തീർന്നു. യെസ്, ഈ രാഷ്ട്രം ഒന്നുകൂടി ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ ഒരു കുത്തകയായി, വാണിജ്യ സ്ഥലമായി അന്താരാഷ്ട്ര മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തുറന്നു കൊടുത്തപ്പോൾ പാവപ്പെട്ട കർഷകന് ഇറക്കുമതി നടത്തുന്ന വസ്തുക്കളോട് പിടിച്ചു നിൽപ്പാൻ നിവൃത്തിയില്ല. ചുങ്കം വാസ്തവത്തിൽ എടുത്തു കളഞ്ഞുകൊണ്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അവന്റെ മുന്നിലുള്ള ഏകമാർഗം ആത്മഹത്യയാണ്. എന്തിനാ കർഷകൻ ആത്മഹത്യ ചെയ്തത്? ഈ പണം ആർക്ക് പോകുന്നു? തിരുവചനത്തിൽ 2000 വർഷം മുമ്പ് യാക്കോബ് രേഖപ്പെടുത്തി, കർഷകൻ നിലവിളിക്കുന്നു, കൂലിക്കാരൻ നിലവിളിക്കുന്നു, ബൈ ഫ്രോഡ്, തന്ത്രം മൂലം. യെസ്, ആരാ ഇത് മനസ്സിലാക്കുന്നത്? കർത്താവ് പറഞ്ഞ വാക്കോർക്കണം, ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യനും കണി പോലെ വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമ്പൽഘടനയെല്ലാം തകർന്നു പോകും, തകർന്ന് തരിപ്പണമാകും. ഹഗായി പ്രവചനം 2 എടുത്താട്ടെ. ഹഗായി പ്രവചനം 2:6-7 വാക്യം എടുത്താട്ടെ. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. 22-ാം വാക്യം, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. ദൈവം പറയുന്നുണ്ട്, രാജ്യങ്ങളുടെ ബലം ഞാൻ ക്ഷയിപ്പിക്കും. ലോകരാഷ്ട്രങ്ങളുടെ ഭയം അവരുടെ സമ്പൽഘടനയാണ്, അത് തകർക്കുമെന്ന് ദൈവം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളിപ്പെടുന്ന അന്തിക്രിസ്തു തകർത്ത് കളയും. നിങ്ങൾക്കറിയാമോ, ലോകമൊരു കടക്കണിയിലാണ്. ഞാൻ അമേരിക്കയിലെ നവംബറിന് മുമ്പ് ഏതാനും മാസം അവിടെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. അവിടെ അമേരിക്കയുടെ കടം കാണിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിന്റെ പേരാണ് നാഷണൽ ഡെപ്റ്റ് ക്ലോക്ക്, US നാഷണൽ ഡെപ്റ്റ് ക്ലോക്ക്. അത് മാൻഹാറ്റനിലെ ടൈം സ്ക്വയറിൽ 42-ാമത്തെ സ്ട്രീറ്റിൽ 6th അവന്യൂവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് നിന്നുപോയി. എന്താ നിന്നുപോയെന്നറിയാമോ? അമേരിക്കയുടെ കടം എത്രയെന്നുള്ളത് ആ ക്ലോക്ക് കാണിച്ചുകൊണ്ടിരുന്നു. 1 ട്രില്യണിൽ കൂടുതൽ കാണിപ്പാൻ അതിലില്ലായിരുന്നു. അമേരിക്കയുടെ കടം 11 ട്രില്യൺ ആയപ്പോൾ ആ ക്ലോക്ക് സ്റ്റക്കായി പോയി. 11 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 11 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. ഞാനത് വിശദീകരിക്കുന്നില്ലേ, എന്നാൽ അത് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഈ 11 ട്രില്യൺ എന്ന് പറഞ്ഞാൽ അവരുടെ കടം, ഞാനത് ശ്രദ്ധിച്ചു, ആർക്കാണ്? ജപ്പാൻ 625 ബില്യൺ ഉണ്ട്, ചൈനയ്ക്ക് 477 ബില്യൺ ഉണ്ട്, ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിക്ക് 133 ബില്യൺ ഉണ്ട്. 11 ബില്യൺ അവർ കടമെടുത്തു. ഇപ്പൊ നമ്മൾ വായിക്കുന്നുണ്ട്, AIG മുതലായ കമ്പനികള് അവർ പണം മൂലം അവർ റെസ്ക്യൂ ചെയ്യുമ്പോൾ വീണ്ടും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. 11 ട്രില്യൺ കടം. അമേരിക്കയിൽ ഏതാണ്ട് 30 കോടി ജനങ്ങളുണ്ട്, 300 മില്യൺ.
അവർക്ക് ആളോഹരി, ഞാനിത് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി, ഏതാണ്ട് ആളോഹരി എന്ന് പറഞ്ഞാൽ ഫാമിലി ഷെയർ $73,733 കടവുണ്ട്. ഫാമിലി ഷെയർ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് ഫാമിലി ഷെയർ ഇന്ത്യൻ റുപ്പീസിൽ 47 തൊട്ട് 50 ലക്ഷം രൂപ കടവുണ്ട്. ഒന്നുകൂടെ കേട്ടോ, അമേരിക്കയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയ കടം 47 തൊട്ട് 50 ലക്ഷം രൂപ കടമുണ്ട്. മാത്രമല്ല US ഗവൺമെന്റ് ലയബിലിറ്റി 53 ട്രില്യൺ ആണ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 88 ലക്ഷം രൂപ കടം വരും ആളോഹരി. അമേരിക്ക കാണിക്കുന്നത് കാപട്യമാണ്, ലോകത്തെ വഞ്ചിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ കടമുള്ള രാഷ്ട്രമാണ്. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പുറത്തുവിടില്ലവർ. അമേരിക്കയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഡെത്ത് ട്രാപ്പിലാണ്. തകരും. ദൈവത്തിന്റെ വചനം പറഞ്ഞ പോലെ നിങ്ങളുടെ സമ്പത്ത് തകർന്നു പോകും. ഇത് തകരുമ്പോൾ സമുദ്രം പോലെ ജനങ്ങൾ ഇളകി മറിയും. ഇളകി മറിയുമ്പോൾ മനുഷ്യൻ ഒരു രക്ഷകന് വേണ്ടി നോക്കും. ആ രക്ഷകനാണ് വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച പോലെ 10 കൊമ്പുള്ള ഒരു മൃഗം യൂറോപ്പിന്റെ പ്രതലത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഞാൻ ആ ഭാഗത്ത് നിന്ന് സമയത്തിന്റെ പരിധി കൊണ്ട് 1-2 കാര്യം കൂടെ പറഞ്ഞു നിർത്തേണ്ടിയിരിക്കുന്നു. അവൻ പുതിയൊരു നാണയ വ്യവസ്ഥിതി കൊണ്ടുവരും. 13-ാം അധ്യായം എടുത്താട്ടെ, 13-ാം അധ്യായത്തിന്റെ 16 തൊട്ടുള്ള വാക്യം. 13-ാം അധ്യായത്തിന്റെ 16 തൊട്ടുള്ള വാക്യം. അതു ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യയത്രേ. അതിന്റെ സംഖ്യ 666. സംഖ്യ പ്രസിദ്ധമാണ്. എന്താണെന്ന് ആർക്കും ഏറിയ പങ്കാളുകൾക്കും അറിയില്ലേ. ബൈബിൾ വെളിപ്പെടുത്തി കാലമന്ത്യത്തിൽ വരുമ്പോൾ അവസാനം എഴുന്നേറ്റ് വരുന്ന ലോകരക്ഷകനായ യൂറോപ്പിന്റെ പ്രദേശത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ പ്രിൻസ്, അവനൊരു പുതിയ നാണയ വ്യവസ്ഥിതി കൊണ്ടുവരും. ആ വ്യവസ്ഥിതി എന്താണ് ഇവിടെ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. പേരിന്റെ സംഖ്യയോ, നോക്ക് ഇങ്ങനെ വായിക്കുന്നു, വലങ്കയിലോ നെറ്റിയിലോ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര. അതെന്താ പറഞ്ഞു നോക്കിയേ? സംഖ്യയ്ക്ക് തത്തുല്യമായ മാർക്ക്. കടകളിൽ ചെന്ന് സാധനം മേടിച്ചാൽ ബാർകോഡ് എന്ന് പറയുന്ന ഒന്ന് സകല പ്രൊഡക്റ്റിലും ഇന്ന് കാണുന്നു. 2000 വർഷം മുമ്പ് എഴുതി വെച്ചു, സംഖ്യയ്ക്ക് തത്തുല്യമായ മാർക്ക്. പ്രിയപ്പെട്ടവരെ, ബാർകോഡ് നോക്കുക, അതൊരു മാർക്കാണ്. അവൻ കൊണ്ടുവരുന്ന പുതിയൊരു നാണയ വ്യവസ്ഥയ്ക്ക് ലോകമൊരുങ്ങി. വെളിപാട് ദിവസം 13-16 തൊട്ടുള്ള വാക്യം വായിക്കുക. അവിടെ കാണുന്ന വരകളുണ്ടല്ലോ, ബാർകോഡിൽ കാണുന്ന വരകളുണ്ടല്ലോ, ആ വരകൾ സംഖ്യകളാണ്. എന്നാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി സംഖ്യയ്ക്ക് തത്തുല്യമായ മാർക്ക്. എത്ര വ്യക്തമാണിത്, എത്ര സത്യമാണിത്! ഓ ഗോഡ്, ദൈവമേ നിനക്ക് മഹത്വം. ഓ, സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഇത് വെളിപ്പെടുത്തുവാൻ മറ്റാർക്കും സാധ്യമല്ല. ഓ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. യുഗങ്ങൾക്ക് മുന്നേ അവസാനം അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ വെളിപ്പെടുത്തി കാലത്തിന്റെ അവസാനം സംഖ്യയ്ക്ക് തത്തുല്യമായ മാർക്ക് കൊടുക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ആനകളൊക്കെ അതിന്റെ മുതുകത്ത് ഇത് വെച്ച് കഴിഞ്ഞു. കേരള ഗവൺമെന്റിന്റെ ലോ അനുസരിച്ച് ഇതിലെ പോകുന്ന ആനകൾക്ക് ഈ വെറി ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇതിനെതിരായി ശബ്ദമുയർത്തി, അമേരിക്കയിൽ ശബ്ദമുയർത്തി. മനുഷ്യൻ മൃഗമല്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ 2001 സെപ്റ്റംബറിൽ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ടു. 5000 പേര് മരിച്ചപ്പോൾ അവർ ഒരുപോലെ പറഞ്ഞു, എടുത്തോ തന്നോ, ഞങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്. അതിന്റെ പേരാണ് വെറി ചിപ്പ്. ഒരു സുബ്രഹ്മണ്യൻ എന്ന ഇന്ത്യക്കാരനാണ് ഇത് കണ്ടുപിടിച്ചത്. കടകളിൽ നിന്ന് റേഡിയോ ടാഗ് എന്ന് പറഞ്ഞ് തുണികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവിടെയുള്ള ഒരു ചെറിയ ചിപ്പ്, ഒരു നെൽമണിയുടെ വലുപ്പമില്ല, 10 സെക്കൻഡ് കൊണ്ട്
തൊലിക്കുള്ളിൽ ഒരു ഇഞ്ചക്ഷനിൽ അത് വെച്ചാൽ വാസ്തവത്തിൽ പിന്നീട് ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ സകല ഡീറ്റെയിൽസും അറിയാം. അമേരിക്കയിൽ ജേക്കബ് ഫാമിലി അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. കേരളത്തിൽ നാട്ടാനങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞു. ലോകത്തിൽ ആഗോളം ബാർകോഡും വെറിച്ചിപ്പും വരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞു, ഇവിടെ രേഖപ്പെടുത്തി, ബുദ്ധിയുള്ളവൻ സംഖ്യ ഗണിച്ചോണം 666. ബൈബിൾ വേറെ ഒരിടത്തും അതിന്റെ പരാമർശമില്ല. പരിശോധിച്ച് മനസ്സിലാക്കുവാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ 666 കമ്പ്യൂട്ടറൈസേഷനാണ്. ബാർകോഡ് നിങ്ങൾ നോക്കിയാട്ടെ, എല്ലാ ബാർകോഡിലും 666 ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ബാർകോഡിന്റെ ഒരറ്റത്ത് ഒരു പാരലൽ ലൈൻ താഴോട്ടിരിക്കുന്നു, ഇങ്ങേറ്റത്ത് ഒരു പാരലൽ ലൈൻ താഴോട്ടിരിക്കുന്നു, നടുക്കൊരു പാരലൽ ലൈൻ താഴോട്ടിരിക്കുന്നു. എന്തിനാണ് ഈ സമാന്തരമായ 3 പ്രാവശ്യം ഈ രേഖകൾ മുന്തി നിൽക്കുന്നത്? ആ സമാന്തരമായ രേഖകൾ 6 ഓരോ ബാർകോഡിലും 666 മുന്തി നിൽക്കുന്നു. ഓരോ ബാർകോഡിലും 666 ഉണ്ട്. യെസ്. 2, കമ്പ്യൂട്ടർ എന്ന വാക്ക്, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണക്കാക്കിയാൽ COMPUTER എന്നുള്ള ആ കമ്പ്യൂട്ടറിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണക്കാക്കുക, അത് കൃത്യം 666 ആയിരിക്കും. സിക്ക് 6, ബിക്ക് 12, ഡിക്ക് 18, 6ന്റെ ഗുണനങ്ങൾ കൊടുക്കുക. നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരോട് ചോദിച്ചാൽ പറയും, കമ്പ്യൂട്ടറിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ 6 6ന്റെ ഗുണനങ്ങൾ Z കൊടുത്തിട്ട് COMPUTER എന്നുള്ളത് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ വിലയെടുത്തിട്ട് കൂട്ടി നോക്കിയാൽ കൃത്യം 666 കിട്ടും. കമ്പ്യൂട്ടർ വായിക്കുന്ന ബാർകോഡിൽ 666, കമ്പ്യൂട്ടറിന്റെ വാല്യൂ 666. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ലോകത്തെ മുഴുവൻ ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് സാറ്റലൈറ്റ് ശൃംഖലയുടെ വെബ്സൈറ്റ് www, എബ്രായ ഭാഷയിൽ W എന്ന് പറഞ്ഞാൽ വൗന്നും അത് 6 എന്ന് പറഞ്ഞാൽ ഒരു എബ്രായനെ സംബന്ധിച്ച് www എന്ന് പറഞ്ഞാൽ 666 എന്നാണ്. യെസ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിച്ചോട്ടെ, അത് 666. ഈ രാത്രി ഞാൻ പറയട്ടെ, അന്തിക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുങ്ങി. യെസ്. ദൈവസഭ മാറ്റപ്പെട്ടാൽ ഇവിടെ ഭരിക്കുവാൻ അവൻ യൂറോപ്പിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. അവന്റെ വസ്തുതകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. ലോകം ഒരു ഏകലോക ഗവൺമെന്റ് ആവശ്യകതയിൽ വന്നു കഴിഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ തടസ്സം? തടസ്സം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാണ്. അവർ ഇവിടെ നിന്ന് മാറണം. അവർ മാറാതെ ഇനി ബാക്കി നടക്കില്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. യെസ്. അധർമ്മമൂർത്തി വെളിപ്പെടണം. ഈ ഭരണകർത്താവ് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയുമായി പോകണം. ഒരു സത്യം ദൈവമക്കൾ ഓർത്തോ, നമ്മുടെ സമയങ്ങൾ തീരാറായി. ലോകത്തുള്ള മനുഷ്യന് ഇത് കണി പോലെ വരും. ലോകത്തുള്ള മനുഷ്യന് ഇത് കണി പോലെ വരുമ്പോൾ പാവപ്പെട്ട ദൈവജനത്തിന് പ്രത്യാശയുടെ കിരണങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഒതുക്കുകയാണ്. ഓ, ആ കർത്താവിനെ കാണാൻ പോവുകയാണ്. ഇവിടെയുള്ള വേദനകൾ തീരാൻ പോകുകയാണ്. കഷ്ടതകൾ കരുതി വരാൻ പോകുകയാണ്. കർത്താവേ, അല്പകാലം കൂടെ ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ സഹിച്ചോളാം. കർത്താവേ, നിന്റെ സന്നിൽ വരുവാൻ വിശ്വസ്തത മാത്രം മതി. നീ അതിന് കൃപ തരണേ. തിരസ്കരണമുണ്ട്, ഇവിടെ പരാജയങ്ങളുണ്ട്, ഇവിടെ പരിഹാസമുണ്ട്, ഇവിടെ ചമ്മട്ടിയുണ്ട്, ഇവിടെ നഷ്ടങ്ങളുണ്ട്. വരട്ടെ. യേശുവിന്റെ രാജ്യം സമൃദ്ധിയുടെ രാജ്യമല്ല, കഷ്ടതയുടെ രാജ്യമാണ്. സമൃദ്ധി പറയുന്നത് കാപട്യമാണ്, മനുഷ്യനെ കബളിപ്പിക്കുകയാണ്. ലോകവ്യാപകമായി അവസാനം ഈ കാപട്യം വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കും. മനുഷ്യൻ സത്യത്തിന് ചെവി കൊടുക്കാതിരുന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, കാപട്യം വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കും. യെസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അവൻ വരുന്നു എന്നത് സത്യമാണ്. അവന്റെ വചനം സത്യമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ സകലത്തെയും ഭരിക്കുന്നവനാണ്. അവന്റെ അറിവ് കൂടാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. We preach a living God. Yes. അവൻ 2000 വർഷം മുമ്പ് ഇവിടെ വന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ രക്ഷയൊരുക്കിയിട്ട്
അവൻ മനുഷ്യനോട് ദയ കാണിക്കുകയാണ്. ഒരു വാക്യം വായിച്ചോട്ടെ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 32-ാം അധ്യായത്തിന്റെ 32 തൊട്ടുള്ള വാക്യം. അവരുടെ മുന്തിരിവള്ളി സോദോം വള്ളിയിൽ നിന്നും ഗൊമേര നിലങ്ങളിൽ നിന്നും ഉള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ വിഷവും. മതി. പാപികളെ കുറിച്ചുള്ള വർണ്ണന കൊടുത്തിട്ട് അതിന് 35-ാം വാക്യത്തിൽ അവരുടെ കാൽ വഴുതും കാലത്തേക്ക്. ഞാൻ മറ്റൊരു ഭാഷാന്തരത്തിൽ വായിക്കട്ടെ. ഹോശന്ന പ്രസിദ്ധീകരണം. കാലം വരുമ്പോൾ അവരുടെ കാലുകൾ വഴുതും. Their foot shall slide in due season. പാപിയെ കുറിച്ച് ദൈവം പറയുകയാണ്, അവന്റെ കാല് വഴുതിപ്പോകും. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് എന്തുകൊണ്ട് അത് വഴുതുന്നില്ലേ? നിന്റെ കീഴിൽ അവന്റെ ശാശ്വത ഭുജമുണ്ട്. ആ ഭുജം അവൻ പിൻവലിച്ചാൽ നിനക്ക് വേണ്ടി ദാഹിക്കുന്ന പാതാളം തൊണ്ട തുറന്നിരിക്കുകയാണ്. അവിടെ നിന്നെ ദഹിപ്പിക്കുവാൻ, നിന്നെ ദണ്ഡിപ്പിക്കുവാൻ അഗ്നിയും നിന്നെ ദണ്ഡിപ്പിക്കുവാൻ സാത്താനും കാത്തിരിക്കുമ്പോൾ നീ തിരസ്കരിക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ വലംകരത്തിൽ നിന്നെ താങ്ങി നടത്തുന്നു. അവൻ ഒരു നിമിഷം അത് പിൻവലിച്ചാൽ your foot will slide in due season. നിന്റെ കാല് വഴുതി നീ നരകത്തിൽ വീഴും. നിനക്കും നരകത്തിന് മധ്യത്തിൽ നിന്നെ പിടിപ്പാൻ മറ്റൊരു കരമില്ല. മറ്റൊരു കരമില്ല. നീ മരിക്കാതിരിക്കുന്നത് അവന്റെ സ്നേഹത്തിന്റെ കരമാണ്. നിന്റെ ദുഷ്ടതയും അനുതാപമില്ലാത്ത ഹൃദയം കാണുമ്പോൾ വെട്ടിക്കളയുക. സ്വർഗത്തിലെ നീതി പറയുന്നു, ആ വൃക്ഷം നിലത്തിന് വെട്ടിക്കളയുക, നിർത്തരുത്. ദൈവത്തിന് അവിടെ നിന്ന് പറയുന്നു, നിൽക്കട്ടെ, അത് നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ കിളയ്ക്കാം, വളമിടാം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നോക്കാം, അവർ മാനസാന്തരപ്പെടുമോ നോക്കട്ടെ. യെസ്, അവന്റെ കരം നിങ്ങളെ മുറുകെ പിടിക്കുന്നു. നിനക്കും നിത്യനരകത്തിനും മധ്യത്തിൽ അവന്റെ സ്നേഹത്തിന്റെ കരം പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, ബൈബിൾ ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 9 എടുത്താട്ടെ, അവൻ ദീർഘമായി ക്ഷമിക്കുന്നു. അവൻ ദീർഘമായി ക്ഷമിക്കുന്നു. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിഷേധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന, അനീതിയുള്ള കോപം വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വെക്കുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മറുഭാഗത്ത് കോപം ഛർദ്ദിക്കുകയാണ്. പാപത്തിന്റെ വഴി ഉപേക്ഷിച്ച് നിന്നോട് കരുണ കാണിച്ച് നീ നശിച്ചു പോകാതെ, മരിച്ചു പോകാതെ, എത്രയോ സന്ദർഭം മരണം നിന്റെ നേരെ വന്നു. അനർത്ഥങ്ങൾ വന്നില്ലേ? അപകടങ്ങൾ വന്നില്ലേ? നിനക്കെതിരായി ശത്രു എഴുന്നേറ്റില്ലേ? അവിടെയൊക്കെ നിന്നെ താങ്ങിയ കരം, ആ കരമല്ലേ, ആ ശാശ്വത ഭുജമല്ലേ? ആ കരത്തെ കുറിച്ച് പറയുന്നു. ആ കരം ഞാൻ പിൻവലിച്ചാൽ നീ നരകത്തിൽ പതിച്ചു പോകും. പതിക്കാതെ നിന്നെ സൂക്ഷിക്കുന്നത് ഞാനാണ്. നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, കിളച്ചു നോക്കാം, വളമിടാം. അവൻ ഒരു പക്ഷെങ്കിൽ മാനസാന്തരപ്പെടും. ഈ രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയട്ടെ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അവന്റെ ദയയും ക്ഷമയും ദീർഘശാന്തിയും നീ നിരസിക്കുന്നെങ്കിൽ, ദൈവത്തിൽ പറയുന്നു, ആ ഐശ്വര്യം നീ നിഷേധിക്കുകയാണെങ്കിൽ നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വെക്കുകയാണ്. ആരുടെ കോപമാണ്? ബൈബിൾ പറയുന്നു, സർവശക്തനായ ദൈവത്തിന്റെ കോപം. ആരുടെ കോപം? സർവശക്തനായ ദൈവത്തിന്റെ കോപം. ബൈബിൾ പറയുന്നു, രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ കോപത്തെ ഉണർത്തുന്നവൻ സ്വന്തം പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. രാജാവിനെ കോപിച്ചാൽ വാസ്തവത്തിൽ സിംഹഗർജനം പോലെയാണ്. ഇതാരുടെ കോപമാണ്? സർവശക്തന്റെ കോപം. ഓ, എത്ര ഭയങ്കരം! ബൈബിൾ പറയുന്നു, യാതൊരു കലർപ്പുമില്ലാത്ത ക്രോധമദ്യം കുടിക്കാൻ കൊടുക്കുമ്പോൾ അയ്യോ അയ്യോ എന്ന് കരയുന്ന ഭയാനകമായ വിപത്ത് നിത്യനരകം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നു. നിന്റെയും എന്റെയും പാപം അവന്റെ മേൽ ചുമന്ന് ക്രൂശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ ഞാനും നിങ്ങളും അവിടെ പോകാതിരുപ്പാൽ അവൻ ആ കോപം അനുഭവിച്ചു. അവൻ കരയുന്നുണ്ട്, അയ്യോ ഞാൻ സങ്കടവും, അയ്യോ ഞാൻ വേദനയും അനുഭവിക്കുന്നു. പാതാള വേദനകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. പാതാള വേദനകൾ അവനെ വരിഞ്ഞു മുറുക്കി. അവനത് സഹിച്ചു, രക്ഷ സാധിപ്പിച്ചു. രക്ഷ സാധിപ്പിച്ചെന്ന് മാത്രമല്ല, അവന്റെ ശാശ്വത ഭുജത്തിന് കീഴിൽ
എന്നെയും നിങ്ങളെ വഹിക്കുകയാണ്. എന്തിനു വേണ്ടി? മാനസാന്തരപ്പെടാൻ. ഒരു ദുഷ്ടന്റെയും ഒരു പാപിയുടെയും മരണത്തിൽ അവന് പ്രസാദമില്ല. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു വന്നാൽ എത്രയോ വലിയ സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നു. ആനന്ദം, ദൂതന്മാരുടെ മധ്യത്തിൽ ആനന്ദം, പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. സ്തോത്രം. ഈ രാത്രി അവനെ സ്വീകരിക്കുമോ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവൻ ഈ പാതാള വേദന അനുഭവിച്ചത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവൻ മരിച്ചത്? അവന്റെ കരമല്ലേ നിങ്ങളെ പിടിക്കുന്നത്? ഇന്ന് രാത്രി അങ്ങോട്ട് പോകുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന കരമൊന്ന് പിൻവലിച്ചാൽ നീ ആ നിമിഷം മരിച്ചു പോകും. നീ മരിച്ചാൽ ആവർത്തന പുസ്തകത്തിൽ വായിച്ച പോലെ when your foot will slide in due time, ആ കാലുകൾ വഴുതിപ്പോയാൽ നിത്യനരകത്തിൽ വീഴും. അത് സംഭവിക്കാതെ നിന്നെ സൂക്ഷിക്കുന്നു ദൈവം. അവന്റെ ദയ തിരസ്കരിക്കരുത്, അവന്റെ കരുണ തിരസ്കരിക്കരുത്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 3:14 ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്ത്യാനികളെ സ്നേഹിച്ചെന്നല്ല, ഇന്ന സമൂഹത്തെ സ്നേഹിച്ചെന്നല്ല. God so loved the world. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് അവന്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി തന്നു, എനിക്ക് വേണ്ടി തന്നു. എന്തിനു വേണ്ടി? പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. നിങ്ങളും നിത്യതയുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്ന ഒരു സമയം. വളരെ വ്യക്തമായി ചരിത്ര സംഭവങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തൊന്ന് വ്യക്തമാക്കുന്നു. ഇതൊന്നും ഒരു കിഴവി കഥകളെയോ കെട്ടുകഥകളെയോ ആസ്പദമാക്കിയല്ല, പ്രവാചകന്മാരുടെ വാക്കുകളെ ആധാരമാക്കി നാം അത് പരിശോധിക്കുക. യേശുക്രിസ്തു വേഗം വരുന്നു. എന്നാൽ അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ദൈവം അവനെ തന്നു. അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ ജീവൻ പ്രാപിപ്പാൻ അവനെ തരുവാൻ ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം തന്നു, അവനെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു, അവനെ നമുക്ക് നൽകി. ദീർഘമായി നമ്മോട് ക്ഷമിക്കുന്നു, നമ്മോട് ദയ കാണിക്കുന്നു. അവൻ നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ പുത്രനിൽ വിശ്വസിക്കുമോ? അവനിലൂടെ എന്നോട് നിരപ്പ് പ്രാപിക്കുമോ? ഈ രാത്രിയിൽ അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അവന്റെ ശാശ്വതപുരം നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കഥാ പറഞ്ഞു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ രാത്രിയിൽ ഹൃദയം തുറക്കുമോ? ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുന്ന ദൈവപുത്രൻ കരുണയുടെ വലിയ വലുപ്പമാണ്. എന്റെ അടുക്കൽ വന്ന് എന്റെ ഹൃദയത്തിൽ മുട്ടുകയോ എന്നോട് വ്യക്തിപരമായി ഇടപെടുകയോ പ്രപഞ്ചത്തിന് ഉടവനായി ദൈവം അടുത്തു വരികയോ, അതെ, നിങ്ങളുടെ സമീപമുണ്ടവൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ സ്പർശിക്കുന്നു. എനിക്ക് സ്ഥലം തരുമോ? എന്നെ സ്വീകരിക്കുമോ? ഈ രാത്രിയിൽ അവനെ സ്വീകരിക്കുമോ? നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അവനെ നിങ്ങൾ സ്വീകരിക്കുമോ? ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുമോ? കർത്താവേ, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, പാപിയാണ് ഞാൻ, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിൽ വന്നെന്നെ നിന്റെ മകനാക്കി തീർക്കണം. ആര് പ്രാർത്ഥിക്കും? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചാൽ